തിയറത്തിലെ പ്രാധാന്യം നിറഞ്ഞ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എഴുതിക്കോളൂ, ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇൻഡിജർ n. എഴുതാം, പരീക്ഷയ്ക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഹെഡിങ് ഇട്ടോളൂ. ഇപ്പൊ പഠിച്ചു തന്നെ പോവാട്ടോ, എല്ലാ മക്കളും പഠിച്ചു തന്നെ പോയിക്കോളൂ, കാരണം എക്സാം ആണല്ലോ ഇന്ന്. അപ്പൊ എഴുതിക്കോളൂ, ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇൻഡിജർ n, a plus b whole raised to n, a plus b whole raised to n equal to nc naught a raised to n plus nc1 a raised to n minus 1 plus nc2 a raised to n minus 2 b square plus etc plus ncn b raised to n. അതായത് എയുടെ ടേം കുറഞ്ഞു വരികയും ബിയുടെ ടേം കൂടി വരികയും കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ സി നോട്ട് എ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ബി. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമിലാണ് എൻട്രി എടുക്കുന്നത്. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമിലാണ് എൻട്രി എടുക്കുന്നത്. nc naught a raised to n plus nc1 a raised to n minus 1b plus nc2 a raised to n minus 2b square plus etc plus ncn b raised to n. വേഗം എഴുതിയെടുക്കുക, പഠിക്കാം. ശ്രദ്ധിക്കാം, പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കാം. എഴുതിക്കോളൂ മക്കളെ, കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യണമെന്നൊന്നും യാതൊരുവിധ നിർബന്ധമില്ല. അല്ലെങ്കിൽ നമുക്കറിയാലോ, എൻ സി ആറിന്റെ ഫോർമുല അറിയാം, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണെന്ന് അറിയാം നിങ്ങൾക്ക്. എഴുതിക്കോളൂ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. എക്സ്പാൻഡ് x സ്ക്വയർ പ്ലസ് 3/x ഹോൾ റൈസ് ടു 4. എക്സ്പാൻഡ് x സ്ക്വയർ പ്ലസ് 3/x ഹോൾ റൈസ് ടു 4. ഇന്നലെ നമ്മൾ ഏകദേശം പകുതി ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്തത്. 2 മണിക്കൂർ കൊണ്ട് പ്രാധാന്യം നിറഞ്ഞ പകുതി ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 2 മണിക്കൂർ കൊണ്ടുകൂടി കൂടുതൽ പ്രോബ്ലംസിലേക്ക് നമ്മൾ എത്തുകയാണ്. എക്സ്പാൻഡ് x സ്ക്വയർ പ്ലസ് 3/x ഹോൾ റൈസ് ടു 4. ഒരു കാര്യം ശ്രദ്ധിക്കാം, ബൈനോമിയൽ തിയറത്തിൽ ഇവിടെ പവർ 4 വരികയാണെങ്കിൽ 5 ടേംസിന്റെ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. അവിടെ ഒരു മാർക്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. a plus b ഹോൾ റൈസ് ടു 2n ആണെങ്കിൽ ഹൗ മെനി ടേംസ് ഇൻ എക്സ്പാൻഷൻ? 2n plus 1 ആയിരിക്കും. 2n plus 1 ആയിരിക്കും. a plus b ഹോൾ റൈസ് ടു 2n ആണെങ്കിൽ 2n plus 1 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ 4z0 x സ്ക്വയർ ഹോൾ റൈസ് ടു 4 പ്ലസ് 4c1 ഈ ടേം കുറയും അല്ലേ? നമ്മൾ പഠിപ്പിച്ചു x സ്ക്വയർ ഹോൾ ക്യൂബ് b അങ്ങ് എൻട്രി എടുക്കുന്നു. ബിയുടെ ടേം എൻട്രി എടുക്കുമ്പോൾ 3/x എന്നാണ് വരിക. 3/x plus 4c2 x square whole square into 3/x whole square. 3/x whole square. Okay, ready മക്കളെ, ready? അപ്പോ ഇങ്ങനെയാണ് അതിന്റെ എക്സ്പാൻഷൻ വരുന്നത്. 4c0 x square whole raised to 4 plus 4c1 x square whole cube into 3/x plus 4c2 x square whole square into 3/x whole square into 3/x whole square. Okay മക്കളെ, ശ്രദ്ധിക്കാം. 4c2 x square whole square into 3/x whole square plus 4c0 c1 c2 c3 4c3 x square whole raised to 1 x square whole raised to 1 into 3/x whole cube 3/x whole cube plus 4c4 plus 4c4 x square പവർ എന്തായിരിക്കും മക്കളെ? പവർ 0 ആയിരിക്കും. അപ്പൊ അത് എഴുതിയില്ല എങ്കിലും നമുക്ക് കുഴപ്പമില്ല. 4c4 x square raised to 0. അപ്പൊ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എന്ത് വരുന്നു? into 3/x raised to 4 into 3/x raised to 4.
4c naught x square whole raised to 4 plus 4c1 x square whole cube into 3 by x plus 4c2 into x square whole square into 3 by x whole square plus 4c3 into x square whole raised to 1 into 3 by x whole cube plus 4c4 into 3 by x whole raised to 4. ഇതിന്റെ കാൽക്കുലേഷൻ മക്കൾ ഒന്ന് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേഷൻ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. n0 to 1 ആണ്. 1 into x raised to 8. 1 into x raised to 8 plus 4c1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 into x raised to 6 into 3 by x plus 4 into x raised to 6 into 3 by x plus അവിടെ 4c2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 4c2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 into x raised to 4 divided by 9 by x square. 9 by x square plus 9 by x square plus 4c3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 into x square into 27 by x cube. 27 by x cube. 4c4 NCN 1 ആണ്. അവിടെ 3 raised to 4 81 ആണ്. 81 divided by x raised to 4. ഇത് ഭംഗിയാക്കുമ്പോൾ x raised to 8 plus 12 x raised to 5 plus അവിടെ അത് ക്യാൻസൽ ആയി പോയപ്പോ 6 into 9 എന്ന് പറയുന്നത് 54 x square ആണ്. 54 x square plus അവിടെ 27 into 4 108 by x plus 81 by x raised to 4 എന്നാണ് കിട്ടുന്നത്. 81 by x raised to 4. x raised to 8 plus 12 x raised to 5 plus 54 x square plus 108 by x plus 81 by x raised to 4 എന്നുള്ള ആൻസർ ആണ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത്. 81 by x raised to 4. 81 by x raised to 4 എന്നുള്ള ആൻസറിലേക്കാണ് എത്തുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? Yes sir. Yes. Then another question. എഴുതാം. ഇവിടെ a minus b whole raised to n ന്റെ എക്സ്പാൻഷനിലേക്ക് നമുക്കൊന്ന് പോയി വരാം. എഴുതാം മക്കളെ. a minus b whole raised to n. a minus b whole raised to n ലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ a minus b whole raised to n ആണെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. a minus b whole raised to n എഴുതിക്കോളൂ. a minus b whole raised to n ന്റെ ഫോർമാറ്റിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. എഴുതിക്കോളൂ. expand 2 by x minus x by 2 raised to 5. expand 2 by x minus x by 2 raised to 5. അവിടെ ആൻസർ എഴുതാം. 5c naught എന്ത് വരുന്നു? 5c naught 2 by x raised to 5. 5c naught 2 by x raised to 5. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആയിരിക്കും. ഓൾട്ടർനേറ്റ് സൈനുകൾ കൊടുക്കാം. 5c naught 2 by x raised to 5 minus 5c1 2 by x raised to 4 into x by 2 അടുത്ത എന്തായിരിക്കും മക്കളെ? പ്ലസ് ആയിരിക്കും. പ്ലസ് 5c2 2 by x whole cube into x by 2 whole square. പ്ലസ് മൈനസ് പ്ലസ് അടുത്തത് മൈനസ് ആയി. മൈനസ് 5c3 minus 5c3 2 by x raised to 4 2 by x whole cube അടുത്ത് 2 by x whole square. ഇവിടെ x by 2 whole cube ആണ്. x by 2 whole cube ആണ് വരിക. പ്ലസ് മൈനസ് അടുത്ത സ്വാഭാവികമായും പ്ലസ് ആണ്. 5c4 into 2 by x raised to 1 2 by x raised to 1 into x by 2 എന്ത് കിട്ടി? x by 2 1 2 3 അവിടെ 4 വരുന്നു. 4 മൈനസ് 5c5 2 by x raised to 0 ആണ്. no need to write. x by 2 raised to 5 എന്നാണ് വരിക. x by 2 raised to 5 എന്നാണ് വരിക. ഇനി അതിന്റെ കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ മതി. അതിന്റെ കാൽക്കുലേഷൻ മാത്രം ചെയ്യുക. അതിന്റെ കാൽക്കുലേഷനിലേക്ക് കടക്കാം.
കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കൂ. കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കൂ. കാൽക്കുലേഷൻ എന്താണ് എന്ന് നോക്കുക. ക്ലിയർ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ മക്കളെ? കാൽക്കുലേഷൻ ഒന്ന് നോക്കി എല്ലാവരും. കാൽക്കുലേഷൻ ഒന്ന് നോക്കുക. കാൽക്കുലേഷൻ നോക്കുക. കാൽക്കുലേഷൻ. Then what is answer? Answer പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പൊ അവിടെ 5c0 എന്ന് പറഞ്ഞ 1 ആണ്. 32 ഡിവൈഡഡ് ബൈ x റേസ്ഡ് ടു 5 മൈനസ് 5c1 into 2 raised to 4 by x into x by 2. അവിടെ x raised to 4 ആണ് വരിക അല്ലെ. x raised to 4 ഇവിടെ x ഉം. അപ്പൊ x ക്യൂബ് എന്ന് കിട്ടും. അവിടെ കിട്ടുന്ന ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മൈനസ് 40 by x ക്യൂബ് പ്ലസ് 40 by x ക്യൂബ്. ഇവിടെ 2 ക്യൂബ് by x ക്യൂബ്. അവിടെ x സ്ക്വയർ by 4 ആണ് വരുന്നത്. അവിടെ പ്ലസ് 20 by x. ഒന്ന് കാൽക്കുലേഷൻ തന്നെ ചെയ്യാം. 20 by x മൈനസ് 5x മൈനസ് 5x മൈനസ് 5x പ്ലസ് 5x ക്യൂബ് by 8 5x ക്യൂബ് by 8 മൈനസ് x raised to 5 divided by 30 minus x raised to 5 divided by 30 minus x raised to 5 divided by 30. Then your answer is 32 divided by x raised to 5 minus 40 by x cube plus 20 by x minus 5x plus 5x cube by 8 minus x raised to 5 by 42. Clear alle makkale? Clear alle? Sir, clear ആണ് sir. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കാട്ടോ. ഇതൊന്ന് കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യണം. കാരണം ഇത്രയും നമ്മൾ എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് സാധ്യമാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അങ്ങ് എഴുതിക്കൊള്ളൂ കേട്ടോ. ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. ഫൈൻഡ് a plus b whole raised to 4. Find a plus b whole raised to 4 minus. Find a plus b whole raised to 4 minus a minus b whole raised to 4. Find a plus b whole raised to 4 minus a minus b whole raised to 4. Hence evaluate root 3 plus root 2 whole raised to 4. Root 3 plus root 2 whole raised to 4 minus root 3 minus root 2 whole raised to 4. ഈ ചോദ്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഒത്തിരി പ്രാവശ്യം വന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഫൈൻഡ് a plus b whole raised to 4 minus a minus b whole raised to 4. Hence evaluate root 3 plus root 2 whole raised to 4 minus root 3 minus root 2 whole raised to 4. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം a plus b whole raised to 4. ഇതിന്റെ എക്സ്പാൻഷൻ ഒന്ന് എഴുതാം. ഇതിന്റെ എക്സ്പാൻഷൻ a plus b whole raised to 4 4c0 a raised to 4 plus 4c1 a cube b 4c1 a cube b plus 4c2 a square b square plus 4c3 ഇന്ന് ഇൻഡിവിജ്വലി പേര് വിളിക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ മാക്സിമം പ്രോബ്ലം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. 4c3 a b cube 4c3 a b cube plus 4c4 plus 4c4 b raised to 4 plus 4c4 b raised to 4 എന്ന് കിട്ടി. എയുടെ പവർ 0 ആണ്. മൈനസ് ഇത് മൈനസ് ഇതെന്താണ്? a മൈനസ് b ആണ് അല്ലേ. അപ്പൊ പ്ലസ് മൈനസ് പോകും. 4c0 a raised to 4 minus 4c1 a cube b plus 4c2 a square b square minus 4c3 ab cube plus 4c4 b raised to 4. അവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മൈനസ് ആവും. മൈനസ് മൈനസ് പ്ലസ് ആവും. ഈ 4c0 a raised to 4 ഉം 4c0 a raised to 4 ഉം ക്യാൻസൽ ആവും. ഇനി ഇവിടെ ഒരു മൈനസ് പ്ലസ് മൈനസ് ആവും.
4c2 a square b square 4c2 a square b square ക്യാൻസൽ ആയി പോകും. കാരണം ഇത് പ്ലസും മൈനസും. അടുത്തത് 4c4 b raised to 4 4c4 b raised to 4 അങ്ങ് ക്യാൻസൽ ആയി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കും. അവശേഷിക്കുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ അവശേഷിക്കുന്നത് 4c1 a cube b 4c1 a cube b plus 4c2 a square b square 4c2 a square b square അല്ലേ? ഇവിടെ plus 4c1 a cube b ഈ മൈനസും മൈനസും 4c1 ഈ മൈനസും മൈനസും 4c1 ആണ്. അത് ഓക്കെയാണ്. നമ്മൾ ആദ്യം ഇവിടെ ഉള്ളത് ഒന്ന് എഴുതി വെച്ച് നോക്കാണ്. അപ്പൊ അവിടെ 4c1 a cube b അല്ലെ? 4c1 a cube b അവിടെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാമോ നോക്കൂ. അവിടെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കൂ നിങ്ങൾ. ഇവിടെ 4c1 a cube b ഒന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. ആ 4c2 ക്യാൻസൽ ആയി പോയിട്ടായിരുന്നു അല്ലെ? അപ്പൊ 4c0 4c2 ഒക്കെ കട്ടായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ക്യാൻസൽ ആയി പോയിരിക്കുന്നു. 4c1 a cube b ഉണ്ട്, പിന്നെ 4c3 a b cube ഉണ്ട് അല്ലെ? 4c3 a b cube ഉണ്ട്. ഇവിടെ എന്താണ്? ഈ നെഗറ്റീവ് പോസിറ്റീവ് ആണ്. 4c1 a cube b തന്നെ ചെയ്തോളൂ കേട്ടോ. നമ്മൾ രണ്ട് കൂട്ടരുമാണ് ചെയ്തത്. മൈനസ് പ്ലസ് 4c1 a cube b. ഇവിടെ നോക്കൂ, മൈനസും പ്ലസ് തന്നെയാണ്. 4c3 a b cube 4c3 a b cube. ബാക്കി എല്ലാവരും ക്യാൻസൽ ആയി എന്ന് പറഞ്ഞു. ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഓപ്പൺ ദ ബ്രാക്കറ്റിൽ എല്ലാവരും ക്യാൻസൽ ആയി പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് തന്നെ ചെയ്തോളൂ വേഗം. 4c1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4c1 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 4c1 വെരി ഗുഡ്. നമ്മൾ ആലോചിച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. 4c1 equal to 4 a cube b 4c1 becomes 4a cube b 4a cube b 4c3 എന്ന് പറഞ്ഞാൽ 4 ആണ്. ab cube 4c1 4a cube b plus 4c3 4 ആണ്. 4ab cube nc1 എന്ന് പറഞ്ഞാൽ n ആണെന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ 4a cube b 8a cube b plus 8ab cube 8ab cube 8ab cube 8ab cube 8a cube b plus 8ab cube എന്നാണ് നിങ്ങൾക്ക് ആൻസർ ലഭ്യമാകുന്നത്. അപ്പോ ഇത് നമുക്ക് ഔട്ട്സൈഡിലേക്ക് എടുക്കാം. എയുടെ പ്ലേസിൽ √3 ആണ്, ബിയുടെ പ്ലേസിൽ √2 ആണ്. എയുടെ പ്ലേസിൽ √3യും ബിയുടെ പ്ലേസിൽ √2ഉം ആണ്. അപ്പോൾ എന്താണ് ആൻസർ വരിക എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. ഇവിടെ 8ab ഞാൻ ഔട്ട്സൈഡിലേക്ക് എടുത്തപ്പോ a square plus b square എന്ന് കിട്ടി. a square plus b square 8 into √3 into √2 √3 whole square plus √2 whole square. Then 8 into √6 into 3 plus 2. Then 3 plus 2 5 ആണ്. 40 √6 is the final answer. 40 √6 is the answer. 40 √6 is the final answer. Clear? Clear ആണോ മക്കളെ? Yes sir. Clear ആണോ? Yes sir. Clear ആണോ? Yes sir. ആരെങ്കിലും ഒരാളെങ്കിലും ഉത്തരം പറഞ്ഞാൽ ഞാൻ സന്തോഷവാനാണ്. ഒരാളെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? Yes sir. Okay sir. Yes sir. Yes sir. ഈ ഒരാളെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് സന്തോഷം കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങൾ ആരും സംസാരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ള ഒരാളെങ്കിലും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എഴുതിയെടുത്തോളൂ. ചോദ്യം എഴുതിയെടുക്കാം. ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു ചോദ്യം. ഫൈൻഡ് x plus 1 whole raised to 6 minus find x plus 1 whole raised to 6 plus x minus 1 whole raised to 6. x plus 1 whole raised to 6 plus x minus 1 whole raised to 6. ഇതുപോലെ തന്നെ hence or otherwise evaluate
root 2 plus 1 whole raised to 6 plus root 2 minus 1 whole raised to 6. Hence or otherwise evaluate. Hence or otherwise evaluate. Root 2 plus 1 whole raised to 6 plus root 2 minus 1 whole raised to 6. Hence or otherwise evaluate. Hence or otherwise evaluate. Root 2 plus 1 whole raised to 6 plus root 2 minus 1 whole raised to 6. Hence or otherwise evaluate. Root 2 plus 1 whole raised to 6 plus root 2 minus 1 whole raised to 6. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ചോദ്യം എന്ന് പറയുന്നത്. അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിക്കാം. ഇത് തന്നെ ഇപ്പൊ ചെയ്ത രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രാധാന്യം നിറഞ്ഞ ചോദ്യമാണ്. എഴുതിക്കോളൂ. For all n greater than or equal to 1. For all n greater than or equal to 1. For all n greater than or equal to 1. Prove that 1 square plus a 2 square plus a 3 square plus etc plus n square equal to n into n plus 1 into 2n plus 1 by 6. n into n plus 1 into 2n plus 1 by 6. 1 square plus a 2 square plus 3 square plus etc plus n square equal to n into n plus 1 into 2n plus 1 by 6 എന്നുള്ള ചോദ്യമാണ്. നമുക്ക് വളരെ അധികം പ്രാധാന്യം നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാം. ഇതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് എന്നിന് 1 കൊടുക്കണം, എന്നിന് k കൊടുക്കണം, k+1 അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ആൻസർ ഏതാ? Let the given statement be p of n. Let the given statement be p of n. Let the given statement be p of n, that is p of n such that 1 square plus 2 square plus 3 square plus etc plus n square equal to n into n plus 1 into 2n plus 1 by 6. ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്നിന് 1 കൊടുത്താൽ or n equal to 1 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ ഫസ്റ്റ് ടേം ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക എപ്പോഴും. or n equal to 1, this type of problems, or n equal to 1, 1 square equal to 1 into 1 plus 1, 2 into 1, 2 into 1 plus 1, 2 into 1 plus 1 by 6, 1 into 2 into 2 plus 1, 3 by 6, 1 square 1 equal to 1, 1 equal to 1 എന്ന് കിട്ടി. അവിടെ which is true അല്ലേ, 1 equal to 1 which is true എന്ന് കിട്ടി. എനിക്ക് 1 കൊടുത്തപ്പോൾ അത് ട്രൂ എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഷോർട്ട് കട്ട് ടിപ്പ് നിങ്ങൾക്ക് അവിടെ റെഡി ആയി കഴിഞ്ഞു. ഫോർ n equal to 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേം അങ്ങനെ അങ്ങ് എഴുതി വെക്കുക. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 equal to 1 into 1 plus 1 into 2 into 1 plus 1 by 6, 1 equal to 1 which is true എന്ന് കിട്ടി. ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. യെസ് സർ. ഇനി നമ്മൾ എഴുതേണ്ടത് assume that n equal to k ആണ്. അപ്പൊ assume ചെയ്യാനാണ്. assume that p of k is true for എഴുതിക്കോളൂ മക്കളെ. assume that അപ്പൊ ആദ്യം തന്നെ എന്താണ് n equal to 1 എന്ന് എഴുതി. ഇനി എഴുതേണ്ടത് assume that p of k is true. Assume that p of k is true for some positive integer, k. Some positive integer k. Assume that p of k is true for some positive integer k, that is 1 square plus a 2 square plus a 3 square plus etc plus a k square equal to k into k plus 1 into 2k plus 1 by 6. 1 square plus ഇത് ബോക്സിൽ ഇടാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. Okay, equation number 1. 1 square plus a 2 square plus 3 square plus etc plus k square equal to k into k plus 1 into 2k plus 1 6. Equation number 1.
1 square plus 2 square plus 3 square plus etc. plus k square equal to k into k plus 1 into 2k plus 1 by 6 equation number 1 എന്ന് കിട്ടി. n-ന് k എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. n-ന് k കൊടുത്തിരിക്കുന്നു. 1 square plus 2 square plus 3 square plus etc. plus k square equal to k into k plus 1 into 2k plus 1 by 6 equation number 1 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് n-ന് k plus 1 ആണ് മക്കളെ. പൊന്നു മക്കളെ എഴുതിക്കോളൂ. To prove that p of k plus 1 is also true, p of k plus 1, to prove that, we shall now prove that p of k plus 1 is true, p of k plus 1 is true for some positive integer, p of k. We shall now prove that p of k plus 1 is also true. P of k plus 1 is also true. Now we have, we shall now prove that p of k plus 1 is also true. Now we have, powder ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, k plus 1 ആണ് കൊടുക്കേണ്ടത്. n കഴിഞ്ഞിട്ട് എന്ത് വരും ഇവിടെ? n കഴിഞ്ഞാൽ n-ന്റെ അവിടെ k കൊടുക്കണം. k കഴിഞ്ഞാൽ k plus 1. ഇവിടെ k plus 1 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ട്രൂ ആണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. 1 square plus 2 square plus 3 square plus etc. plus k square. k യുടെ അവിടെ k plus 1 കൊടുക്കുക കേട്ടോ. നമുക്കറിയാം k കഴിഞ്ഞിട്ടായിരിക്കും k plus 1 എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി RHS എഴുതാൻ പാടില്ല. RHS പ്രൂഫിലേക്ക് കടക്കാൻ പോവുകയാണ്. 1 square plus 2 square plus 3 square plus etc. plus k square plus etc. plus k square. അല്ലേ? എന്നിന് k plus 1 കൊടുക്കാണ്. അപ്പൊ k plus 1-ന് തൊട്ട് മുൻപുള്ള സ്റ്റെപ്പാണ് k എന്ന് പറയുന്നത്. k plus 1-ന് തൊട്ട് മുകളിലുള്ള ആളാണ്, തൊട്ട് മുന്നിലുള്ള ആളാണ് k എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടം വരെ എന്താണെന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇവിടം വരെ 1 square plus 2 square plus 3 square plus etc. plus k square എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1 ആണ്. Then your answer is k into k plus 1 into 2k plus 1 by 6. k into ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ് എന്ന് ഇപ്പോ എഴുതിയ ആളുകളാണ് നമ്മൾ. k into k plus 1 into 2k plus 1 by 6 plus k plus 1 whole square എന്ന് വരും. k into k plus 1 into 2k plus 1 by 6 plus k plus 1 whole square എന്ന് വരുന്നു. അപ്പോൾ equal to ഇവിടെ 6 ഇങ്ങോട്ട് കയറി വരുന്നു. k into k plus 1 into 2k plus 1 plus 6 into k plus 1 whole square divided by 6 എന്ന് കിട്ടും. k into k plus 1 into 2k plus 1 plus 6 into k plus 1 whole square divided by 6 എന്ന് കിട്ടി. ആൻസർ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ മറ്റൊരു ഷോർട്ട് കട്ട് കൂടിയുണ്ട്. എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ ഇങ്ങനെയായിരിക്കണം വരേണ്ടത്. ഈ എന്ത് വരുന്ന ഭാഗത്തൊക്കെ k plus 1 വരണം. അപ്പൊ എന്ത് കിട്ടും? k plus 1. എന്നിന്റെ അവിടെ k plus 1, k plus 1, k plus 2 എന്നായിരിക്കും കിട്ടുക. നമുക്ക് നോക്കാട്ടോ. ഞാൻ അതിനു മുമ്പ് ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. എന്നിന് k plus 1, അപ്പോൾ k plus 1 plus 1 k plus 2, 2 into k plus 1, 2 into k plus 1, 2k plus 2, 2k plus 3 by 6 എന്നാണ് കിട്ടുക. എന്നിന് k plus 1 ആകുമ്പോൾ 2k plus 2 plus 1, 2k plus 3 by 6 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതൊന്ന് ഭംഗിയാക്കാം. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് അവസാനം അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിന് 1 കൊടുത്തു, പിന്നെ എന്നിന് k കൊടുത്തു. k കൊടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം k plus 1-ലേക്ക് പോയി. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടിയത്. ഇനി ചില കുട്ടികൾക്ക് എന്തോരം പറഞ്ഞാലും മനസ്സിലാവാറില്ല. ഫാക്ടറൈസേഷൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഫാക്ടറൈസേഷൻ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഫാക്ടറൈസേഷൻ ഒക്കെ അറിഞ്ഞിരിക്കണം. ഇതിൽ കോമൺ ആയിട്ട് k plus 1 കോമൺ ആയിട്ടുണ്ട്. k plus 1 കോമൺ ആയിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ k plus 1 ആണ് ഔട്ട്സൈഡിലേക്ക് എടുക്കുക. k plus 1 ഔട്ട്സൈഡിലേക്ക് എടുക്കും. k plus 1 ഔട്ട്സൈഡിലേക്ക് എടുത്തപ്പോ k plus 1 ഔട്ട്സൈഡിലേക്ക് എടുത്തപ്പോ k into 2k plus 1, k into 2k plus 1, k into 2k plus 1, k into 2k plus 1 plus 6 into k plus 1, 6 into k plus 1 divided by 6.
k plus 1 into k into 2k plus 1 plus 6 into k plus 1 divided by 6. Then your answer is k plus 1 into 2k square plus k plus 6k plus 6 divided by 6. K plus 1 into 2k square plus 7k plus 6. 2k square plus 7k plus 6 by 6. ഇതാണ് ഞാൻ പറയുന്നത് ഫാക്ടറൈസേഷൻ. ചില ആളുകൾക്ക് ഇനി അങ്ങ് കിട്ടത്തില്ല. അപ്പോ അവര് എന്ത് ചെയ്യണം എന്നുള്ളത് ആ ഡയറക്റ്റ് ആൻസറിലേക്ക് ചില കൂട്ടർക്ക് പോകാനായിട്ട് സാധിക്കും. 2k square plus 7k plus 6 by 6 ഫാക്ടറൈസ് ചെയ്യണം. ഇപ്പൊ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാമെന്ന് നോക്കാം. k plus 1 into ഇവിടെ അതിന്റെ എളുപ്പ വഴി 2 into 6 12 ആണ്. 2 into 6 12 ആഡ് ചെയ്താൽ 7 കിട്ടണം. 4 ഉം 3 ഉം ആണ് അല്ലേ. 4 plus 3 7 ആണ്. 4 into 3 12. Selected 4 and 3. Then k plus 1 into 2k square plus 4k plus 3k plus 6 divided by 6. 6 into 2 12. ഇവിടെ 7 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 into 3 12. 4 plus 3 7 എന്ന് കിട്ടി. അപ്പോൾ your final answer is k plus 1 into k plus 1 into 2k square plus 4k. K plus 1 into 2k square plus 4k. Common ആയിട്ട് 2k ഉണ്ട്. 2k അപ്പൊ k plus 2k square plus 4k common 2k ആണ്. 2k into k plus 2. 3k plus 6 ലെ common ആയിട്ട് 3 ഉണ്ട്. അപ്പൊ അവിടെ കിട്ടുന്നത് 3k plus 6 ലെ common ആയിട്ട് 3 ഉണ്ട്. അപ്പൊ അവിടെ കിട്ടുന്നത് k plus 2 എന്നാണ്. 3 into k plus 2 divided by 6 എന്ന് കിട്ടും. 2k square plus 4k. So your answer is k plus 1 into ഇവിടെ common ആയിട്ട് k plus 2 ഉണ്ട്. 2k plus 3 into k plus 2. 2k plus 3 into k plus 2 by 6. K plus 1 into 2k plus 3 into k plus 2 by 6 എന്ന് കിട്ടി. ഇനി അത് ക്ലിയർ അല്ലാത്ത ആൾക്കാർ ഡയറക്റ്റ് ആൻസർ എഴുതി പോവാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടെ ഗ്രൂപ്പിംഗ് ചെയ്തിരിക്കുകയാണ്. 2k square plus 4k. 2k square plus 4k 2k outside അപ്പൊ k plus 2. 3k plus 6 3 outside അപ്പൊ k plus 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഭംഗിയാക്കാം. ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് ഭംഗിയാക്കാം. k plus 1 എന്ന് എഴുതി. ഈ k plus 2 നെ ചോദ്യം ഇതായിരുന്നു n into n plus 1 എന്നാണ്. ആ k plus 2 ഇങ്ങനെ എഴുതാം. k plus 1 plus 1 എന്ന് എഴുതാം. k plus 1 plus 1 k plus 2. ആ 2k plus 3 നെ എങ്ങനെ എഴുതാം? 2k plus 3 നെ എങ്ങനെ എഴുതാം? 2k plus 3 നെ എഴുതേണ്ടത് 2 into 2k plus 3. കണ്ട ഇവിടേക്ക് നോക്കാം. 2 into n plus 1 ആണ്. ആ n ന്റെ അവിടെ k plus 1 എന്ന് എഴുതാം. n ന്റെ അവിടെ k plus 1. അതാണ് അതിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. k plus 1 വീണ്ടും ഫാക്ടറൈസ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രൂപ്പ് വീണ്ടും അതിനെ റിഡ്യൂസ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ഷോർട്ട് കട്ട് ആണ് k plus 1 into ഇവിടെ k plus 2 ആണ്. അപ്പൊ ഇവിടെ n plus 1 ആണ്. ഈ n ന്റെ അവിടെ k plus 1 എന്ന് കൊടുക്കാം. ഈ n ന്റെ അവിടെ k plus 1 plus 1. ഇവിടെ 2k plus 3 നെ നമുക്ക് ഇവിടെ നോക്കാം. 2n plus 1 ആണ്. അപ്പൊ 2 into k plus 1 plus 1 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി n equal to k plus 1 എന്ന് എഴുതാൻ മതിയല്ലോ. Thus p of k plus 1 is true. ഈ k plus 1 ന്റെ അവിടെയൊക്കെ n നോക്കിയേ. k plus 1 ന്റെ അവിടെയൊക്കെ n ആണ്. അപ്പൊ ശരിയായല്ലോ. n into n plus 1 2 into n plus 1 എന്ന് കിട്ടി. Thus p of k plus 1 is true. Whenever p of k is true. ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരിക്കൽ കൂടി പറയാണ്. ലാസ്റ്റ് പറയുന്നത് k plus 1 into k plus 2 into 2k plus 3 by 6 നെ ക്വസ്റ്റ്യനിലെ RHS ആയിട്ട് നോക്കാം. അപ്പൊ n ന്റെ അവിടെ k plus 1 കൊടുക്കാം. ഇനി n plus 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ k plus 1 plus 1 എന്ന് കൊടുത്തു. plus 1 ഉം 1 ഉം k plus 2 ആണ്. ഇനി 2n plus 1 എന്ന് പറഞ്ഞാൽ 2n plus 1 എന്ന് പറഞ്ഞാൽ 2 into k plus 1 plus 1 എന്ന് കൊടുക്കാം by 6.
ക്ലിയർ ആണോ മറ്റു കുട്ടികൾ? Yes, sir. Yes, sir. Clear answer. Thus P of k plus 1 is true. Thus P of k plus 1 is true whenever P of k is true. Whenever P of k is true. അതിന്റെ ഒരു കൺക്ലൂഷൻ ഏതാ? Hence from the principle of mathematical induction, 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 the statement P of n is a true for, the statement P of n is a true for, the statement P of n is a true for all natural numbers n. Hence, from the principle of mathematical induction, the statement P of n is a true for all natural numbers, for all natural numbers n എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ട് ഒരിക്കൽ കൂടി പറയുന്നു. ആദ്യം ലെറ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞ് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് എഴുതുന്നു. എന്നിന് 1 കൊടുക്കുക. അപ്പോ LHS ഫസ്റ്റ് ടൈം തന്നെയായിരിക്കും RHS വരുന്നത്. അപ്പൊ അത് ട്രൂ ആണ്. അതിനുശേഷം n വരുന്നിടത്ത് k കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുക. n ഈക്വൽ ടു k പ്ലസ് 1 കൊടുക്കുക. n ഈക്വൽ ടു k പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്നിന് k കഴിഞ്ഞിട്ടായിരിക്കും k പ്ലസ് 1 വരിക. ആ k യുടെ ഭാഗം വരെ ഒരു ടേം ആയിരിക്കും, അല്ല ഇക്വേഷൻ നമ്പർ 1 ആയിരിക്കും. ആ ഇക്വേഷൻ നമ്പർ അവിടെ മാർക്ക് ചെയ്തിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ ആൻസറിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഒരു ചോദ്യം കൂടി എഴുതാം, ഒറ്റ ചോദ്യം കൂടി എഴുതിയിട്ട് നമുക്കിത് കുറച്ചുകൂടി ഉറപ്പിക്കാം. എഴുതിക്കൊള്ളുക. അടുത്ത ചോദ്യം 1 greater than or equal to 1 തന്നെ കേട്ടോ. Prove that 1/2 plus 1/4, 1/2 plus 1/4 plus 1/8 etc. plus 1/2 raised to n, 1/2 raised to n equal to 1 minus 1/2 raised to n, 1 minus 1/2 raised to n, 1/2 plus 1/4 plus 1/8 plus etc. plus 1/2 raised to n equal to 1 minus 1/2 raised to n, 1 minus 1/2 raised to n. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എഴുതാം. ആദ്യം തന്നെ for n equal to 1, for n equal to 1 കൊടുക്കുമ്പോൾ for n equal to 1, for n equal to 1, അപ്പൊ അവിടെ 1/2 ആണ് എന്നുണ്ടാവും. 1/2 equal to 1 minus 2 raised to 1, your answer 2 minus 1. ദയവായി മ്യൂട്ട് ആക്കാം. ആരാണെന്ന് വെച്ചാൽ മ്യൂട്ട് ആക്കാം. 1/2 ഈക്വൽ ടു 1/2. 1/2 equal to 1/2. 1/2 equal to 1/2. Therefore, P of 1 is true. Therefore, P of 1 is true. Which is true? Clear alle makkale? Which is true? Clear alle? Clear alle? Yes, sir. 1/2 which is true എന്ന് വരുന്നു. അടുത്ത എഴുതാം. Assume that P of k is true for, assume that P of k is true for some positive integer k. Assume that P of k is true for, assume that P of k is true for some positive integer k. Some positive integer k. Assume that P of k is true for some positive integer k. Positive integer k. Positive integer k. Then positive integer k 1/2 plus 1/4 plus 1/8 plus etc. plus 1/2 raised to k equal to 1 minus 1/2 raised to k. ഈ സ്റ്റെപ്പാണ് ഇത്തരം പ്രോബ്ലത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഈ ബോക്സ് ആണ് ഈ കണക്കിനെ ട്വിസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്നിന് k കൊടുത്തു 1/2 plus 1/4 plus 1/8 etc. plus 1/2 k equal to 1 minus 1/2 raised to k. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടേണ്ടത് ഒരു ചെറിയ ഐഡിയ ഉണ്ടാകും. ഇതാണ് നമുക്ക് RHS വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ സ്വാഭാവികമായും 1 minus 1/2 raised to k plus 1 ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക.
1 minus 1 by 2 raised to k plus 1 എന്ന് കിട്ടി. 1 minus 1 by 2 raised to k plus 1 എന്നുള്ള ആൻസർ ആണ് വരിക. ഇനി for n equal to k plus 1 കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? 1 by 2 plus for n equal to k plus 1. For n equal to k plus 1. അപ്പൊ അവിടെ n equal to k plus 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. 1 by 2 raised to k plus 1 by 2 raised to k plus 1 equal to കേട്ടാ k കഴിഞ്ഞതിന് ശേഷമാണ് k plus 1 കൊടുക്കുക എന്നുള്ള ബോധത്തിൽ ഉറച്ചു നിൽക്കുക. മക്കളെ ഇത് എന്താണ് ഈ കാണിക്കുന്ന എന്താണ്? ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 1 ഇവിടെ വളരെ വ്യക്തമാണ്. 1 minus 1 by 2 raised to k plus 1 by 2 raised to k plus 1 അതാണ് നമുക്ക് ആൻസർ വരേണ്ടത് എന്ന് പറഞ്ഞു. അവസാനം നമുക്ക് അത് കൺക്ലൂഷനിൽ ഭംഗിയാക്കാം. ആ k plus 1 അവിടെ n ആയിരിക്കും അല്ലെ? n equal to k plus 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 കിട്ടിയിരിക്കുന്നു. 1 minus 1 by 2 raised to k plus 1 by 2 raised to k plus 1. Is it clear? Yes, sir. Yes, sir. Yes. ഇനി ഇവിടെ നമുക്കൊന്ന് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ആ ഭാഗം നമ്മൾ ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് നോക്കാം. Equal to 1 minus 1 by 2 raised to k plus 1 by 2 raised to k plus 1 becomes 2 raised to k into 2 raised to 1. 1 by 2 raised to k plus 1 by 2 raised to k plus 1 becomes 2 raised to k into 2 raised to 1. Then your answer is 1 minus 1 by 2 raised to k. അവിടെ 1 by 2 raised to k കോമൺ ആയിട്ട് ഔട്ട്സൈഡിൽ എടുത്തു. 1 minus 1 by 2 കറക്റ്റ് അല്ലേ? നോക്കൂ, ഇവിടെ 1 by 2 raised to k ഇവിടെ പ്ലസ് കിട്ടണമെങ്കിൽ മൈനസ് പ്ലസ് ആണ് അല്ലേ? 1 by 2 raised to k പുറത്തേക്ക് എടുത്തു. 1 by 2 raised to k ആണ് ഔട്ട്സൈഡിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ 1 minus 1 by 2 അല്ലേ? 2 raised to k plus 1 നെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ 2 raised to k into 2 raised to 1. Your answer is 1 minus 1 by 2 raised to k into 2 minus 1 by 2 power 1 ആണ്. 1 minus 1 by 2 raised to k plus 1. 2 raised to k plus 1 എന്നുള്ള ആൻസർ നമുക്ക് ലഭ്യമായി. Therefore p of k plus 1 is true. Therefore p of k plus 1 is true. ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. p of k plus 1 is true. Thus p of k plus 1 is true whenever p of k plus 1 is true. Thus p of k plus 1 is true. Thus p of k plus 1 is true whenever p of k is true. Whenever p of k is true, all problemത്തിലും ആ കൺക്ലൂഷൻ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. Thus p of k plus 1 is true whenever p of k plus 1 is p of k is true. Thus p of k plus 1 is true whenever p of k is true. Hence from the principle of mathematical induction, from the principle of mathematical induction, the statement p of n is true for all natural numbers n. Hence, from the principle of mathematical induction, the statement p of n is true for all natural numbers n. Is it clear? Yes, sir. Yes, sir. Yes. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ എൻട്രി എടുക്കാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുകള് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ചാപ്റ്ററുകൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ലീനിയർ ഇനീക്വാലിറ്റീസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം, സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി, മാത്തമാറ്റിക്കൽ റീസണിങ്, ഇത്രയും ചാപ്റ്ററുകൾ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലിമിറ്റ്സ് എന്ന് പറയുന്ന അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. എഴുതാം. ലിമിറ്റ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം. ലിമിറ്റ്സ് ഹെഡിങ് എഴുതി വെക്കാം. ലിമിറ്റ്സ് ശ്രദ്ധിക്കാട്ടോ, എഴുതിക്കോളൂ മക്കളെ. ലിമിറ്റ്സ് എന്ന് എഴുതി. അപ്പൊ അതിലെ പ്രോബ്ലംസ് നമുക്ക് ഒന്ന് കൈകാര്യം ചെയ്യാം. അപ്പൊ എഴുതാം. നിങ്ങൾക്ക് problems എഴുതിയെടുക്കാം. Find the limits. Important questions. Find the limits. Limit x tends to 1. Find the limits. Limit x tends to 1. X cube minus x square plus 1. വളരെ ഈസി ആണ്. Limit x tends to 1. X cube minus x square plus 1. Put x equal to 1.
1 cube minus 1 square plus 1 cancel. Your answer is 1 in the kitty. 1 is the answer. Then another question, question number 2. Find the limits. Limit x tends to 1. Limit x tends to 1. Limit x tends to 1. X square plus 1. X plus 100. X square plus 1 by x plus 100. Put x equal to 1. 1 square plus 1 by 1 plus 100. 2 divided by 101 is the final answer. 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 Then another question is find the limits. Find the limits. Yes, sir. Yes, sir. Find the limits. Find the limits. Limit x tends to 2. Find the limits. Limit x tends to 2. Limit x tends to 2. X cube minus 4 x square plus 4x divided by x cube minus 4x square plus 4x divided by x square minus 4. അപ്പോൾ നമുക്ക് ഇവിടെ x ന് 2 എന്ന് കൊടുത്താൽ 0/0 ആണ് കിട്ടുക. 0/0 എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് നമുക്ക് ലഭ്യമായത്. അപ്പോൾ അപ്ലൈ എൽ ഹോസ്പിറ്റൽ റൂൾ. അപ്ലൈ എൽ ഹോസ്പിറ്റൽ റൂൾ. ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ലിമിറ്റ് x ടെൻഡ്സ് ടു 2. അപ്ലൈ എൽ ഹോസ്പിറ്റൽ റൂൾ. x പുറത്തേക്ക് എടുക്കുമ്പോൾ x സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 divided by x square minus 4. 4 becomes a 2 square ആണ്. ഈ 4 എന്ന് പറയുന്നത് 2 square ആണ്. അപ്പോൾ x minus 2 into x plus 2 എന്ന് കിട്ടി. Then your answer is the limit 0/0 എന്ന് എഴുതാൻ പാടില്ല. അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുതി മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് മാർക്കുകളിലേക്കുള്ള ഒരു യാത്രയാണ് ഇത്. അവിടെ x ന് 2 കൊടുത്തപ്പോൾ ന്യൂമറേറ്റർ 0 ആണ്. Put x equal to 2 cube minus 4 into 2 square plus 4 into 2 divided by 2 square minus 4 0/0. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് വേഗതയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ limit x tends to 2 x into ഇതൊരു a minus b whole square ഐഡന്റിറ്റി ആണ്. അപ്പോൾ അവിടെ കിട്ടുന്നത് x minus 2 whole square ആണ്. x minus 2 into x plus 2. ഇതൊരു ഐഡന്റിറ്റിയാണ്. a square minus 2ab plus b square. x minus 2 whole square x minus 2 cancel. Put x equal to 2. അപ്പോൾ പിന്നീട് ലിമിറ്റ് വേണ്ട. x ന് 2 കൊടുക്കാം. 2 into 2 minus 2 root 2 minus 2 0 2 plus 2 4. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ your answer is 0. ഇനി ഡിനോമിനേറ്റർ ആണ് 0 എങ്കിൽ which is not defined ആയിരിക്കും വരിക. ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ which is not defined കേട്ടോ. ഒരു കാരണവശാലും തെറ്റിപ്പോകരുത്. ന്യൂമറേറ്റർ 0 ആണ്. 0/4 becomes 0. ഇനി ഇത് തിരിച്ചിടുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തിരിച്ചിടുകയാണെങ്കിൽ your answer is 4/0 which is not defined എന്നുള്ള ആൻസർ ആണ് എത്തുക. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. അതിനെ ഫാക്ടറൈസ് ചെയ്ത് മാക്സിമം സിംപ്ലിഫിക്കേഷൻ ചെയ്ത് ക്യാൻസൽ ചെയ്താലാണ് അതിന്റെ ആൻസർ കിട്ടുക. ഡിനോമിനേറ്റർ പാർട്ട് 0 വരികയാണെങ്കിൽ which is not defined എന്നാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടോ മക്കളെ? Yes, sir. Okay. Then another question. ശ്രദ്ധിക്കാം. Another question ഒരു തിയറമാണ് എഴുതാം. ലിമിറ്റ് x tends to a ഒരു തിയറമാണ്. x raised to n minus a raised to n divided by x minus a equal to na raised to n minus 1. ഇവിടെ പവർ n ഇവിടെ പവർ 1 ഇവിടെ x ഇവിടെ a. Then another condition, another theorem is limit x tends to a. ഇതൊക്കെ തന്നെ എഴുതി പഠിച്ചോളൂ കേട്ടോ. പടപടാന്ന് പഠിച്ചോളൂ. x raised to m minus a raised to n x raised to n minus a raised to n m by n a raised to m minus n m by n a raised to m minus n m by n a raised to m minus n എന്ന് കിട്ടി. Then your first question, find the limit. Evaluate limit x tends to 2 x raised to 5 minus 32 divided by x minus 2. Then your answer is limit x tends to 2 x raised to 5 minus 2 raised to 5 divided by x minus 2. Limit x tends to 2 x raised to 5 minus 2 raised to 5. 32 എന്ന് പറയുന്നത് 2 raised to 5 ആണ്. അവിടെ ന്യൂമറേറ്റർ 5 ആണ്. പിന്നെ x tends to 2 ആണ്. ഡിനോമിനേറ്റർ x minus 2 ആണ്. ആദ്യത്തെ തിയറമാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ തിയറമാണ് ഇവിടെ ഉപയോഗിക്കുക. 5 into a യുടെ പ്ലേസിൽ വരുന്നത് 2 ആണ്. 5 into 2 raised to 5 minus 1 5 into 2 raised to 5 minus 1 5 into
2 raised to 4, 2 raised to 4, 16 into 5. Your answer is 80 is the final answer. 80 is the final answer. 5 into 2 raised to 4, 80 is the final answer. Is it clear, Makle? Yes, sir. Clear ആണ് sir. Then another question is, I think it's very important question. It's very important question. Evaluate the limit x tends to 1. X raised to 15 minus 1 divided by x raised to 10 minus 1. Evaluate the limit x tends to 1. X raised to 15 minus 1 divided by x raised to 10 minus 1. ഇവിടെ പവർ 10 ആണ്. ഇവിടെ 15 ഉണ്ടാവും, 1 ന്റെ പവർ 10 ആണ്. ഈ ഫോർമുലയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. m by n. m by n 15 by 10. 15 by 10 into a raised to a യുടെ പ്രകാരം 1 ആണ്, a raised to m minus n 15 minus 10. The answer is 15 by 10 into 1 raised to 5 becomes 1 ആണ്, 15 by 10 becomes 3 by 2 is the final answer. 3 by 2 is the final answer. 3 by 2 is the final answer. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കണക്കാണ്. 3 by 2 is the final answer. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവുക. പരമാവധി പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ശ്രദ്ധിക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ കാര്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ഫസ്റ്റ് പ്രിൻസിപ്പിള് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മൾ ഒത്തിരി തവണ, ഒരു 3 അല്ലെങ്കിൽ അതിലധികമോ തവണ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, പ്രൊഡക്റ്റ് റൂൾ, കോഷ്യൻ റൂള് ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കാം. അപ്പോൾ മറക്കണ്ട കേട്ടോ. വീണ്ടും പറയുന്നു, ഫസ്റ്റ് പ്രിൻസിപ്പിള് തന്നെ ഒന്ന് ചെയ്ത് പഠിക്കാട്ടോ. ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. ശ്രദ്ധിക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയിൽ എഴുതാം. പ്രോബബിലിറ്റി ഫോർമുല എഴുതാം നിങ്ങൾക്ക്. ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. m by n എന്നാണ് പ്രോബബിലിറ്റിനെ പറയുന്നത്. ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നല്ല നിശ്ചയം ഉള്ള ആളുകളാണ് എന്ന് അറിയാം. അപ്പോൾ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എഴുതാം. One card is drawn from a well shuffled deck of 52 cards. One card is drawn from a well shuffled deck of 52 cards. If each outcome is equally likely, calculate the probability that the card will be. Calculate the probability the card will be. Question number A, a diamond. Question number A, diamond. A black card. Not a diamond. Not a black card. Not a diamond, not a black card. Not a diamond, not a black card. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണെന്ന് അറിയാം. 52 കാർഡ്സ് ആണ് എന്നറിയാം. 4 സെറ്റ് ഉണ്ടെന്നും അറിയാം. 13 into 4 ആണ്, 52 ആണെന്നും നമുക്കറിയാം. അപ്പോൾ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് question number A, P of a diamond. P of a diamond equal to 13 divided by 52. Your answer is 1 by 4. 1 by 4 എന്നുള്ള ആൻസർ ആണ് നമുക്ക് ലഭ്യമായത്. രണ്ടാമത്തെ ചോദ്യം എ ബ്ലാക്ക് കാർഡ് എന്നാണ് ചോദിക്കുന്നത്. ബ്ലാക്ക് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം P of a black card. P
P of A black card എന്ന് പറയുമ്പോൾ നമുക്കറിയാം 26 ബ്ലാക്ക് കാർഡ് ആണുള്ളത്. 26/52 1/2 എന്നാണ് പറയുന്നത്. ഇനി നോട്ട് എ ഡയമണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നോട്ട് എ ഡയമണ്ട് എന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. നോട്ട് എ ഡയമണ്ട്. അപ്പൊ P of നോട്ട് എ ഡയമണ്ട് എന്ന് പറയുമ്പോ P of ഡയമണ്ട് ഈക്വൽ ടു 1/4 ആണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു വന്നിരിക്കുന്ന ആളുകളാണ്. P of A plus P of A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ള ബോധം നമുക്കുണ്ട്. അപ്പൊ P of നോട്ട് എ ഡയമണ്ട് ഈക്വൽ ടു P of നോട്ട് എ ഡയമണ്ട് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? 1 minus P of A ഡയമണ്ട് ആയിരിക്കും അല്ലെ. P of A ഡയമണ്ട് ആയിരിക്കും. 1 minus 1/4 4 minus 1 3/4 is the answer. 3/4 is the answer. 1 minus 1/4 3/4 is the answer. അപ്പൊ സ്വാഭാവികമായും P of നോട്ട് എ ബ്ലാക്ക് കാർഡ് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ നമ്പർ D നോട്ട് എ ബ്ലാക്ക് കാർഡ് എന്തായിരിക്കും? നോട്ട് എ ബ്ലാക്ക് കാർഡ് ഈക്വൽ ടു എന്തായിരിക്കും? 1 minus P of A black card 1 minus 1/2 1 minus 1/2 2 minus 1 1/2 is the final answer. 1/2 is the final answer. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് P of A plus P of A കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ആൻസർ. P of A plus P of A കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിക്കാം. എഴുതിക്കോളൂ. Two students Anil and Ashima. Two students Anil and Ashima. Two students Anil and Ashima. Two students Anil and Ashima appeared in an examination. Two students Anil and Ashima appeared in an examination. Two students Anil and Ashima appeared in an examination. The probability that Anil will qualify the examination. The probability that Anil will qualify the examination is 0.05. The probability that Anil will qualify the examination is 0.05. 0.05. 0.05. The probability that Anil will qualify the examination is 0.05. And that Ashima will qualify the examination is 0.10. 0.10. 0.10. The probability that both will qualify the examination is 0.02. The probability that both will qualify the examination is 0.02. 0.02. 0.02. Find the probability that question number A. മൂന്ന് ചോദ്യങ്ങളാണ്. Find the probability that question number A. Find the probability that question number A. Both Anil and Ashima will not qualify the examination. Both Anil and Ashima will not qualify the examination. Both Anil and Ashima will not qualify the examination. Question number B. At least one of them will not qualify the examination. At least one of them will not qualify the examination. At least one of them will not qualify the examination. At least one of them will not qualify the examination. And question number C, only one of them will qualify the examination. Question number C, only one of them will qualify the examination. 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 Question ഒന്ന് വായിച്ചു നോക്കാം. ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. Question ഒന്ന് വായിച്ച് നോക്കാം. കാര്യം ചോദിക്കട്ടെ. ആവണി. Yes sir. മോളെ ഇപ്പൊ നമ്മൾ ഒരുപാട് ചാപ്റ്റർ കഴിഞ്ഞു. മോൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ് കൊണ്ട് ഓക്കെ അല്ലേ മോള്? കുറെ കാര്യങ്ങൾ മോൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ആ സർ ഓക്കേന്ന്.
നല്ല ക്ലാസ്സാണ്. ഹാപ്പി അല്ലേ റിവൈസ് മോള്? ചെയ്യാൻ പറ്റും എല്ലാ ചാപ്റ്ററും. ഓക്കെ ഓക്കെ, അതറിഞ്ഞാൽ മതി. കാരണം നമ്മൾ ആ എടുക്കുന്ന എഫർട്ട് നിങ്ങളാണല്ലോ പറയണ്ടേ. നമ്മൾ പല പടപടപടാന്ന പോണേ, ഒട്ടും ഗ്യാപ്പ് ഇടുന്നില്ല. അപ്പൊ നല്ല ആ ഒരു റിസൾട്ട് എനിക്ക് അറിയില്ല, ഞാനിങ്ങനെ അങ്ങോട്ട് എടുത്ത് പോവാണേ. സാവധാനത്തിലാണ് പറയുന്നത്, പ്രോബ്ലം സാവധാനത്തിലാണ് പറയുന്നത്, ഡിലേ ആക്കുന്നില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് ഒന്ന് കിടക്കാം. ഈ ചോദ്യം എക്സാമിനേഷന് നിരവധി തവണ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അനിൽ ആൻഡ് ആഷിമ എന്നുള്ള പേര് ചിലപ്പോൾ മാറിപ്പോകും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ പേരുണ്ടല്ലോ, അത് അതിനനുസരിച്ച് പോയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് എഴുതാം, ലെറ്റ് ഇ ആൻഡ് എഫ് ഡിനോട്ട് ദ ഇവന്റ്സ്. ലെറ്റ് ഇ ആൻഡ് എഫ് ഡിനോട്ട് ദ ഇവന്റ്സ്. Let E and F denote the events. Let E and F denote the events that Anil and Ashima. Let capital letter E and capital letter F. Let capital letter E and capital letter F denote the events that Anil and Ashima will qualify the examination. Respectively. Will qualify the examination respectively. Given that P of E equal to 0.05, P of E equal to 0.05, P of F equal to 0.10, and P of E intersection F, equal to 0.02. P of E intersection F equal to 0.02. ഇനി ഒന്നാമത്തെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. ഇത് മൂന്നുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അനിൽ ആൻഡ് ആഷിമ will not qualify the examination എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? will not qualify the examination. Anil and Ashima will not. ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് അനിലും ആഷിമയും ക്വാളിഫൈഡ് അല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. നമുക്ക് ഡിമോർഗൻസ് ലോയിലേക്ക് കടക്കാം, അല്ലെ? ഡിമോർഗൻസ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ഈ യൂണിയൻ എഫ് കോംപ്ലിമെന്റ് എന്ന് എഴുതാം മക്കളെ. ഇതാണ് ഡിമോർഗൻസ് ലോ പഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇന്റർസെക്ഷൻ മാറി യൂണിയൻ ആവും. ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്പർ എ. Anil and Ashima will not. Anil and Ashima എന്ന് പറഞ്ഞതുകൊണ്ടാണ് Anil and Ashima and intersection. ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ കോംപ്ലിമെന്റ് ഈക്വൽ ടു P of E union F കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 minus P of E union F ആയിരിക്കും, അല്ലെ? P of A കോംപ്ലിമെന്റ് 1 minus. അപ്പൊ നിങ്ങൾക്ക് എഴുതാം 1 minus P of E plus addition theorem പഠിച്ചിട്ടുണ്ട്. P of F minus P of E intersection F. പൊന്നു മക്കളെ, ഇതിലേക്ക് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാൽ മതി. P of E എന്ന് പറയുന്നത് 0.05 plus 0.10 minus 0.02. ഇതിന്റെ കാൽക്കുലേഷൻ നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്യുവാനായി സാധ്യമാണ്. 0.87 എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. ഒരു കാരണവശാലും മോർ ദാൻ 1 പ്രോബബിലിറ്റി വരില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ യുവർ ആൻസർ ഈസ് റോങ്. Then ക്വസ്റ്റ്യൻ നമ്പർ എ എന്ന് പറയുന്നതാണ്. നോട്ട് വന്നു, ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തു, അവിടെ കോംപ്ലിമെന്റിന്റെ ഫോർമുല യൂസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധ്യമായി. ഇത് ക്ലിയർ അല്ലേ മക്കളെ? എ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ എ ഓക്കെ ആണ് സർ. Yes, sir. 0.87. 0.87 is the final answer. Then പൊന്നു മക്കളെ, രണ്ടാമത്തെ കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ബി പറഞ്ഞിരിക്കുന്നു P of at least one of them will not qualify എന്നാണ് പറഞ്ഞത്. അതൊരു സ്റ്റാൻഡേർഡ് ഫോർമുല ആയിട്ട് നിങ്ങൾ അങ്ങനെ മനസ്സിൽ കരുതിക്കോളൂ. P of at least one of them will not qualify. P of at least one of them will not qualify. P of at least one of them will not qualify becomes 1 minus, this is the format, 1 minus P of both of them will qualify. 1 minus P of both of them will qualify എന്നാണ് അതിന്റെ ഫോർമുല ആയിട്ട് പഠിക്കുക. P of at least one of them will not qualify equal to, അറ്റ്ലീസ്റ്റ് എപ്പോഴും വരാറുണ്ട്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് ഇക്വലന്റ് ആയിരിക്കും? 1 minus P of both of them will qualify. Then your answer is 1 minus both of them. നമുക്ക് തന്നിട്ടുണ്ട്, both of them തന്നിരിക്കുന്നത് 0.02 ആണ്.
Then your answer is 0.98. It's very, very important result. P of at least one of them will not qualify. നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. P of at least one of them will not qualify equal to 1 minus P of both of them will qualify. 1 minus P of both of them will qualify. 1 minus 0.02 becomes 0.98 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ സി മറ്റൊരു പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ചോദ്യം. നിരവധി തവണ ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം തന്നെ ക്വസ്റ്റ്യൻ നമ്പർ സി ആയി വന്നതുകൊണ്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ബിയുടെ ഈ സ്പെഷ്യാലിറ്റി നിങ്ങളുടെ മനസ്സുകളിൽ നിർബന്ധമായും ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ സിയിലേക്ക് കിടക്കുന്നു. ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ is very, 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 very important. P of only one of them. Only one of them will qualify the examination. Only one of them will qualify the examination equal to. അവിടെ എന്താണ് സംഭവിക്കുന്നത്? P of E okay ആകുമ്പോൾ F okay ആകുന്നില്ല. Only one of them will qualify. ഒരാളെ ക്വാളിഫൈ ആവും. ആരാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ രണ്ട് ചാൻസ് വേദനം. ബിക്കോസ് ഇത് ഏത് പ്രോബ്ലമാണ്? പ്രോബബിലിറ്റിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പോൾ ശ്രദ്ധിക്കുക, ആരാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അനിലാണോ ആഷിമയാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഓൺലി വൺ ഓഫ് ദം. വീണ്ടും പറയുന്നു, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓൺലി വൺ ഓഫ് ദം. അനിലായിരിക്കാം, ആഷിമയായിരിക്കാം, ആര് വേണമെങ്കിലും വന്നോട്ടെ. നമുക്ക് എഴുതാം ഓർ ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ്. ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് or ഇട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ P of E intersection F complement or വരുമ്പോൾ പ്ലസ് എന്നാണ് വരിക. P of E complement intersection F. ഇവിടെ മറ്റൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് P of E intersection F complement becomes P of E. P of E ഇവിടെ കോംപ്ലിമെന്റ് ഇല്ലാത്തത് ആദ്യം എഴുതാം. മൈനസ് P of E intersection F ആയിരിക്കും. പ്ലസ് അവിടെയും എന്തായിരിക്കും വരാൻ നോക്കാം. അവിടെ വരുന്നത് കോംപ്ലിമെന്റ് ഇല്ലാത്തത് ആദ്യം എഴുതാം. P of F minus P of E intersection F. F intersection E becomes E intersection F എന്നാണ് വരിക. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇതും സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. നിങ്ങളുടെ മനസ്സിനകത്ത് നിർബന്ധമായും സൂക്ഷിച്ചു വെക്കേണ്ട റിസൾട്ടുകളിൽ ഒന്ന് തന്നെയാണ്. ഒരു 5 ടൈംസ് എഴുതാ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഷോർട്ട് കട്ട് ടിപ്പ് മനസ്സിൽ കരുതുക. ഷോർട്ട് കട്ട് ടിപ്പ് ഇത്രയേ ഉള്ളൂ. ഈ ഇന്റർസെക്ഷൻ F കോംപ്ലിമെന്റ് ബിക്കംസ് കോംപ്ലിമെന്റ് ഇല്ലാത്തത് നമ്മൾ ഫസ്റ്റ് എഴുതുന്നു. P of E minus P of E intersection F എന്ന് പറഞ്ഞാൽ ഇതിനോട് ഈക്വലന്റ് ആയിരിക്കും. ഇവിടെയും നമ്മൾ P of E കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ F എന്ന് പറഞ്ഞാൽ P of F minus P of E intersection F തന്നെയായിരിക്കും. കോംപ്ലിമെന്റ് ഇല്ലാത്തത് നമ്മൾ ഒന്നാമത് എഴുതിയിരിക്കുന്നു. ആൻസർ ഈസ് P of E എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 0.05 minus 0.02 പ്ലസ് തന്നിട്ടുണ്ട് P of F എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 0.10 minus 0.02. Then your answer is 0.11 is the final answer. 0.11 is the final answer. Is it clear? Clear answer. ആ ഫോർമുല പൊന്നു മക്കളെ ഒരു 2 പ്രാവശ്യം നോട്ട്ബുക്കിന്റെ സൈഡിൽ എഴുതി വെച്ചോളൂ. E into P of E intersection F complement equal to. അങ്ങനെ വരുമ്പോൾ അവിടെ ഓർ എടുത്തതും മനസ്സിലായി. അനിലാണോ ആഷിമയാണോ എന്ന് ഒരു പിടിയില്ലാണ്ട് നിൽക്കാണോ. ഓൺലി വൺ ഓഫ് ദം ഈസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ സി ഈസ് വെരി, വെരി, വെരി ഇമ്പോർട്ടന്റ്. മറ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം എഴുതിക്കോട്ടോ. A letter is chosen at a random from the word. A letter is chosen at a random from the word assassination. Find the probability that letter is Find the probability that letter is a vowel. നിങ്ങൾ ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിക്കണം കേട്ടോ. A vowel be a consonant. A vowel a consonant. Assassination എന്ന് പറയുന്നതില് 13 ലെറ്റേഴ്സ് ഉണ്ട്. അത് എണ്ണി നോക്കാം. 13 ലെറ്റേഴ്സ് ആണ് അസാസിനേഷൻ എന്നുള്ളതിലുള്ളത്. അതിൽ വൊവൽസ് AEIOU വൊവൽസ് ആയിട്ട് വന്നിരിക്കുന്ന 6 ആണ്. അതുപോലെ കൺസോണൻസ് ആയിട്ട് വന്നിരിക്കുന്ന 7 ആണ്. വൊവൽസ് അല്ലാത്തതൊക്കെ കൺസോണൻസ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്
find the probability a letter is chosen എന്നാ പറഞ്ഞേക്കുന്നത്. ഒറ്റ ലെറ്റർ ചോസൺ. അപ്പോ കോമ്പിനേഷൻ വന്നാലും NC1 n ആയതുകൊണ്ട് your answer is വളരെ ഈസി ആയിട്ട് എഴുതാം. P of A vowel equal to 6/13 favorable by total number. P of a consonant equal to 7/13. അതായത് ആക്ച്വലി അത് 7C1 എന്നൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, 1 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ 13 ലെറ്റേഴ്സ് ഉണ്ട് അസാസിനേഷൻ എന്ന് പറയുന്ന വാക്ക് എണ്ണി നോക്കുമ്പോൾ 6 വൊവൽസ് ഉണ്ട്, അപ്പൊ 6/13, 7 കൺസോണൻസ് ഉണ്ട്, 7/13. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ Sir. ഓക്കെ, വെരി ഗുഡ്. നോട്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നല്ല നിശ്ചയമുള്ള ആളുകളാണ്, അപ്പൊ അത് ആ രീതിയിൽ തന്നെ പോണം. പിന്നെ ആ ഡൈയുടെ കണക്കൊക്കെ വരാറുണ്ട്. 2 dice are thrown എന്ന് പറഞ്ഞിട്ടുള്ള കണക്കുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സംഭവം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എഴുതിക്കോളൂ. Given P of A equal to 3/5, given P of A equal to 3/5, given P of A equal to 3/5 and P of B equal to 1/5, P of B equal to 1/5, P of A 3/5, P of B 1/5. Find P of A or B. 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 Find P of A or B, comma, if A and B are mutually exclusive events. Comma, if A and B are mutually exclusive events. If A and B are mutually exclusive events. P of A or B becomes all the union. P of A union B പഠിച്ചിരിക്കുന്നത് P of A plus P of B minus P of A intersection B ആണ്. ഇവിടെ P of A intersection B 0 ആയിരിക്കും. നമുക്ക് എഴുതേണ്ട കാര്യമില്ല. A and B are mutually exclusive events എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ P of A union B equal to P of A plus P of B എന്ന് മാത്രം എഴുതിയാൽ മതി. 3/5 plus 1/5. Your answer is the 4/5. ഇതാണ് A and B are mutually exclusive events വരികയാണെങ്കിൽ എഴുതേണ്ടത് P of A union B. അതൊന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. In a class 11 of a school, 40% in a class 11 of a school, 40% of the students study mathematics. In a class 11 of a school, 40% of the students study mathematics. 40% of the students study mathematics and 30% study biology. 40% of the students study mathematics and 30% study biology. Comma, 10% of the class study, comma, 10% of the class study, comma, 10% of the class study both mathematics and biology. 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 If a student is selected at random, if a student is selected at random from the class, comma, find the probability that he will be, find the probability that he will be studying mathematics or biology. 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 Find the probability that he will be studying mathematics or biology. Answer it down. Let A be the event that the student, let A be the event that the student, let a capital letter A be the event, let a capital letter A be the event
that the student is studying mathematics. Let calculator A be the event that the student is studying mathematics, and calculator B be the event that, and calculator B be the event that, and calculator B be the event that, and calculator B be the event that the student is studying biology, and calculator B be the event, and calculator B be the event, and calculator B be the event that, calculator B be the event that the student is studying biology. The calculator B be the event that the student is studying biology. മാത്തമാറ്റിക്സിന് കാൽക്കുലേറ്റർ എയും ബിക്ക് ബയോളജിയും കൊടുത്തിരിക്കുന്നു. അപ്പൊ then P of A equal to 40%. 40/100 എന്ന് പറയുന്നത് 2/5 ആണ്. P of A equal to 2/5 ആണ്. P of B എന്ന് പറയുന്നത് 30% ആണ്. 30/100 ആണ്. 3/10 ആണ്. 3/10. Then P of A intersection B എന്ന് പറയുന്നത് 10/100 ആണ്. 10/100. 1/10 ആണ്. 10/100 1/10. കാണാൻ പറഞ്ഞിരിക്കുന്നത് മാത്തമാറ്റിക്സ് ഓർ ബയോളജി ആണ്. മാത്തമാറ്റിക്സ് ഓർ ബയോളജി. P of A union B equal to P of A plus P of B minus P of A intersection. മാത്തമാറ്റിക്സ് ഓർ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. 2/5 plus 3/10 minus 1/10. അതിന്റെ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ 6/10 becomes 3/5 എന്നുള്ള ആൻസർ ആണ്. 6/10 3/5 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് ലഭ്യമായി. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സർ. മറ്റു കുട്ടികൾ Yes, sir. മറ്റുള്ളവർക്കും കൂടി പറയാലോ, വേറെ ആൾക്കാരില്ലേ? Yes, sir. Clear answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. In an entrance test that is graded, 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 in an entrance test that is graded on the basis of two examination, that is graded on the basis of two examination, in an entrance test that is graded on the basis of two examination, comma, the probability of a randomly chosen, the probability of a randomly chosen, the probability of a randomly chosen student passing the first examination is, the probability of a randomly chosen student passing the first examination is 0.8. The probability of a randomly chosen student passing the first examination is 0.8. Passing the first examination is 0.8. And the probability of passing the second examination is 0.7. And the probability of passing the second examination is 0.7. And the probability of passing the second examination is 0.7. The probability of passing at least one of them is, the probability of passing at least one of them is, at least എന്ന് പറഞ്ഞാൽ യൂണിയൻ ആയിരിക്കും കേട്ടോ. At least one of them is 0.95. Please underline, at least becomes union. The probability of passing at least one of them is 0.95. What is the probability of passing both? What is the probability of passing both? What is the probability of passing both? Question once again, in an entrance test
that is graded on the basis of two examinations, the probability of a randomly chosen student passing the first examination is 0.8 and the probability of passing the second examination is 0.7. The probability of passing at least one of them is 0.95. What is the probability of passing both? Then your answer is, let A be the event that the student passes. Let the calculator A be the event that. Let the calculator A be the event that. Let the calculator A be the event that student passes the first examination. Let the calculator A be the event that. Let the calculator A be the event that the student passes the first examination. Calculator A be the event that the student passes the first examination, and calculator B be the event that, and calculator B be the event that, and calculator B be the event that student passes the second examination. Student passes the second examination. Student passes the second examination. Then P of A equal to 0.8. P of A equal to 0.8. P of B equal to 0.7. P of B equal to 0.7. And P of A union B equal to, and P of A union B equal to 0.95. P of A union B equal to 0.95. At least in the പറയുമ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. At least P of A union B. We know that the theorem P of A union B equal to P of A plus P of B minus the P of A intersection B. Here is the P of A union B. 0.95 equal to 0.8 plus 0.7 minus P of A intersection B. Bring out to variable plus I. P of A intersection B equal to 0.8 plus 0.7 minus 0.95. 0.8 plus 0.7 minus 0.95. Then your answer is 0.55 is the final answer. 0.55 is the final answer. Clear? Clear? Clear answer. Yes, sir. Yes, sir. Yes, sir. Okay, good. Then neither nor വെച്ച് വരുന്ന ഒരു കണക്ക് എഴുതിക്കോളൂ. neither nor വരുന്ന കണക്ക് അതൊന്ന് ശ്രദ്ധിക്കണം. neither nor പ്രോബ്ലം neither nor വെച്ച് വരുന്ന പ്രോബ്ലം ഹെഡിങ് എഴുതിയിട്ടുള്ളൂ. neither nor ഹെഡിങ് എഴുതിക്കോളൂ മക്കളെ. the probability that a student neither nor സൈഡിലെ typical question. The probability that a student will pass the final examination. The probability that a student will pass the final examination. The probability that a student will pass the final examination in both English and Hindi is 0.5. In both English and Hindi is 0.5. And the probability of passing neither is, that is the big twist, please underline, and the probability of passing neither is 0.1. And the probability of passing neither is 0.1. If the probability of passing the English examination is 0.75. And neither വന്നതുകൊണ്ട് ഈ ചോദ്യം എക്സാമിനേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. If the probability of passing the English examination is 0.75. What is the probability of passing the Hindi examination? What is the probability of passing the Hindi examination?
What is the probability of passing the Hindi examination? അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എക്സാമിനേഷന് ഞാൻ എ എന്ന് മാർക്ക് ചെയ്യാണ്. എഴുതാം ആൻസർ. Let A be the event. Let the capital letter A be the event. Let the capital letter A be the event that the student passes. Let the capital letter A be the event that the student passes English examination. Let the capital letter A be the event that the student passes English examination, and B be the event that the student passes, and capital letter B be the event that the student passes Hindi examination. Let the capital letter A be the event. Let the capital letter A be the event that the student passes English examination. Let the capital letter A be the event that the student passes English examination, and capital letter B be the event that the student passes Hindi examination. Appo P of A intersection B എന്ന് പറയുന്നത് 0.5 ആണ്. P of A intersection B തന്നിരിക്കുന്നു 0.5. ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് neither nor വരുമ്പോൾ A complement intersection B complement equal to 0.1. Don't forget this. This is very very important. This important. അവിടെയാണ് neither വന്നിരിക്കുന്നത് 0.1. ഇത് പഠിക്കുന്ന മക്കളെ P of A complement intersection B complement. വീണ്ടും ഞാൻ പറയുന്നു, സാധാരണ കുട്ടികളുടെ പഠിക്കാതെ പോകുന്ന കുട്ടികളുടെ തെറ്റുകൾ സംഭവിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. neither എന്ന് പറയുമ്പോൾ P of A complement intersection B complement എന്ന് പറയുന്നു. P of A complement intersection B complement. Don't forget this very very important step. അവിടെ നമുക്ക് അത് ഭംഗിയായി നമുക്ക് ഡിമോർഗൻസ് ലോയിലേക്ക് പോകുമ്പോൾ P of A യൂണിയൻ B കോംപ്ലിമെന്റ് എന്ന് പറയുന്നു 0.1 ആണ്. അപ്പോൾ 1 മൈനസ് P of A യൂണിയൻ B എന്ന് എഴുതി ഈക്വൽ ടു 0.1 ആണ്. അപ്പോൾ 1 മൈനസ് 0.1 ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് ചാടി P of A യൂണിയൻ B ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമായി P of A യൂണിയൻ B നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. P of A യൂണിയൻ B എന്ന് പറയുന്നത് 0.9 എന്നാണുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ നിഷ്പ്രയാസം എത്തിയിരിക്കുന്നു. അവിടെ കുറച്ച് ട്വിസ്റ്റുകൾ സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതാനായിട്ട് സാധിച്ചത്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടെ അപകട ചിഹ്നം ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. neither എന്നുള്ള വാക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓടി വരിക P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. അപ്ലൈ ഡിമോർഗൻസ് ലോ P of A യൂണിയൻ B കോംപ്ലിമെന്റ് ഈക്വൽ ടു 0.1. അവിടെ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് P of A യൂണിയൻ ബിയുടെ ആൻസർ എത്തി. ഇനി നമുക്ക് നിഷ്പ്രയാസം ഹിന്ദി എക്സാമിനേഷന്റെ ആൻസർ നിഷ്പ്രയാസം ചെയ്യാം. We know that the result is എഴുതാം നിങ്ങൾക്ക്. We know that P of A union B equal to. We know that P of A union B equal to P of A plus P of B minus P of A intersection B എന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ 0.9 അവിടെ എഴുതി. P of A തന്നിട്ടുണ്ട് 0.75 തന്നിട്ടുണ്ട്. P of B ആണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. A intersection B തന്നിട്ടുണ്ട് 0.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാം. 0.9 മൈനസ് 0.75 മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 0.5 ഈക്വൽ ടു P of B. അത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നു 0.65 എന്നുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഹിന്ദി എക്സാമിനേഷന്റെ ആൻസർ ഇവിടെ ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. What is the probability of passing the Hindi examination? Required probability P of B equal to 0.65. Clear? Clear ആണ് സർ. മറ്റു കുട്ടികൾ? Yes, sir. Yes, sir. കുറച്ചു പേരും കൂടി ഓക്കെ ആണെന്ന് പറയാമോ? ഓക്കെ ആണ് സർ. ഓക്കെ ആണ് സർ. Then next question. നമ്മള് 2 dice are thrown ഒക്കെ വരികയാണെങ്കിൽ 2 dice are thrown അറിയാലോ. 2 dice there are 36 possible outcomes ആണ്. 1 1 1 2 1 3 1 4 1 5 1 6 2 1 അങ്ങനെ. അപ്പൊ അത് ആഡ് ചെയ്താൽ ഇന്നത് കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് എഴുതാൻ റെഡി ആയിരിക്കണം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു NCC NSS കണക്കുണ്ട്, അതൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തോളണം. പേജ് നമ്പർ 405 ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ് NCC NSS പ്രോബ്ലം. NCC NSS ബേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ 3 coins are tossed, അതൊക്കെ ഒന്ന് നോക്കണത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് 1 കെയിലും ഡൈയുടെ കണക്കൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലെ
ഈ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായും ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് ആണ്, നിർബന്ധമായും പഠിച്ചിട്ട് വേണം ഇന്നത്തെ പരീക്ഷ എഴുതാനായിട്ട്. അതിന് തൊട്ട് മുമ്പിൽ അതിന്റെ ഫോർമുലാസ് കിടക്കുന്നുണ്ട്. പൊന്നുമക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. പേജ് നമ്പർ 364 വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഞാൻ ഈ പറയുന്ന കണക്ക് നിങ്ങൾ ഇന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിനേഷന് അത് ചെയ്യുവാനായിട്ട് സാധിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ചുമ്മാ കാൽക്കുലേഷൻ ആണ്. ആ ഫോർമുല ഒന്ന് പഠിക്കാം. ചുമ്മാ ഫോർമുല നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അതിനെ സോൾവഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പേജ് നമ്പർ 364 NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 364 അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്തുള്ള പേജ്. എക്സാമ്പിൾ 8 അവർ ചെയ്ത പോലെ ചെയ്യണമെന്നില്ല കേട്ടോ. അവർ ചെയ്ത പോലെ ചെയ്യണമെന്നില്ല. നമുക്ക് ആ ഫോർമുലയിൽ ചുമ്മാ കൊടുത്താൽ മതി. അവിടെ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളൊരു ഫോർമുല കിടക്കുന്നുണ്ട്. ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടില്ല. അപ്പോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, ഇത് റീഡ് ചെയ്യേണ്ടത് സിഗ്മ ആണെന്നാണ്. ഈ ഫോർമുല ഒന്ന് പഠിച്ചോളൂ, ഉറപ്പിക്കാം. 1/n സിഗ്മ xi മൈനസ് എക്സ് ബാർ, 1/n സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ചെയ്ത പോലെ ചെയ്യണമെന്നില്ല. എക്സ് ബാർ കണ്ടുപിടിച്ചിട്ട് എക്സ് മൈനസ് എക്സ് ബാർ നിങ്ങൾക്ക് xi തന്നിട്ടുണ്ടാകും, വെറുതെ xi തന്നിട്ടുണ്ടാകും. അപ്പൊ ഇനി xi സിഗ്മ കാണാനായിട്ട് ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യാം, ഡിവിഷൻ n ചെയ്യാം. അപ്പൊ xi മൈനസ് എക്സ് ബാർ ഒരു കോളം ഫിൽ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ പോലെയല്ല ഞാൻ പറയുന്നത്. അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ കിട്ടി. അടുത്ത കോളം നമുക്ക് എന്ത് ചെയ്താൽ മതി? xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഉപയോഗിച്ചു. അപ്പൊ മൂന്നെണ്ണേ ഉള്ളൂ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ സം എടുക്കാം. ഇതിന്റെ സം എക്സ് ബാർ കാണാൻ അറിയാലോ നമുക്ക്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ xi ബൈ n ആണ് ടോട്ടൽ നമ്പർ. ഇതാണ് എക്സ് ബാർ കാണാനുള്ള ഫോർമുല വരുന്നത്. സിഗ്മ xi ബൈ n. ഫ്രീക്വൻസി ഈസ് നോട്ട് ഗിവൻ. എക്സാമ്പിൾ 8 പേജ് നമ്പർ 364 എക്സാമ്പിൾ 8 വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്രീക്വൻസി തരുമ്പോഴും അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതാണെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്ന അതിനൊന്ന് സ്ക്വയർ ചെയ്താൽ മതി കേട്ടോ. ഇനി എക്സാമ്പിൾ 9 ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എക്സാമ്പിൾ 9 നമുക്ക് ശ്രദ്ധിക്കാം. അത് ടെക്സ്റ്റ് ബുക്കിലെ പോലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് കാണാനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫ്രീക്വൻസി തരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫ്രീക്വൻസിയുടെ സമ്മാണ് ക്യാപിറ്റൽ ലെറ്റർ n എന്ന്. ഫ്രീക്വൻസിയുടെ സമ്മാണ് സിഗ്മ fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ് കേട്ടോ. വേരിയൻസ് എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ. അപ്പൊ റൂട്ട് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയുന്ന റൂട്ട് പാരിഷൻ. അപ്പൊ അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും എക്സാമ്പിൾ 9 അതുപോലെ തന്നെ പഠിക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി NCERT ടെക്സ്റ്റ് ബുക്കില് ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്ന ചോദ്യമായിരുന്നു പേജ് നമ്പർ 367 പേജ് നമ്പർ 367 എക്സാമ്പിൾ 10 ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫോർമുല തന്നെ ഉപയോഗിച്ചാൽ മതി. ആ ഫ്രീക്വൻസി തരുമ്പോൾ ഇവിടെ ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ടാവും 30-40. അതിന്റെ മിഡ് xi കാണാം. 30-40യുടെ മിഡ് xi എന്താ 35 ആണ് അല്ലെ. 40-50യുടെ എന്തായിരിക്കും 45 ആണ്. അപ്പോ ദയവായി നിങ്ങൾ ഒരു കാര്യം പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഈ 3 ചോദ്യം പഠിക്കാൻ റെഡിയാണെങ്കിൽ എക്സാമ്പിൾ 8, എക്സാമ്പിൾ 9, എക്സാമ്പിൾ 8, എക്സാമ്പിൾ 9, എക്സാമ്പിൾ 10 ഈ 3 ക്വസ്റ്റ്യൻ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാകും മാർക്കുകൾ. നിങ്ങൾക്ക് ഉറപ്പിക്കാൻ മാർക്കുകൾ ഒരു സംശയവുമില്ല. NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 8, എക്സാമ്പിൾ 9, എക്സാമ്പിൾ 10 ഇവിടെ ഫോർമുല അടക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഫോർമുലയൊക്കെ ഭംഗിയായി പഠിക്കാം. അപ്പോ ഇത് നിങ്ങൾ പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കറക്റ്റ് അല്ലെ മക്കളെ? ടെക്സ്റ്റിലെ സോൾവഡ് ആണ്. എക്സാമ്പിൾ 8 മാത്രമാണ് ഞാൻ വേറൊരു രീതിയിൽ ചെയ്താൽ മതി എന്ന് നിങ്ങളോട് സംസാരിച്ചത്. ക്ലിയർ ആണോ മക്കളെ? ഇത് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ ചെയ്തോളൂല്ലേ? ഓക്കെ, താങ്ക് യു. അത് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ജസ്റ്റ് കാരണം ആ ഫോർമുല പഠിക്കാം. ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുത്ത് അത് ആ ഫോർമുലയ്ക്ക് കൊടുത്ത് ഇക്വേറ്റ് ചെയ്ത് ഭംഗിയാക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു. അതിനുശേഷം വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വേരിയൻസ് സ്ക്വയർ ചെയ്യാൻ റൂട്ട് അങ്ങ് വാനിഷ് ആയി പോകും അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലാണ് റൂട്ട് വരുന്നത് കേട്ടോ. സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്
സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്, സ്മോൾ ലെറ്റർ സിഗ്മ. ഇയാളാണ് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ, ഇയാളാണ് സ്മോൾ ലെറ്റർ സിഗ്മ, വേരിയൻസ്. റോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ വേരിയൻസ് അവിടെ ശ്രദ്ധിക്കാം. അടുത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ കിടക്കാണ്. അപ്പൊ സ്റ്റാറ്റിക് പറഞ്ഞു, പ്രോബബിലിറ്റി പറഞ്ഞു, റീസണിങ് പറഞ്ഞു, ലിമിറ്റ്സ് പറഞ്ഞു, 3D പറഞ്ഞു, കോണിക് പറഞ്ഞു, സ്ട്രേറ്റ് ലൈൻ പറഞ്ഞു, കണ്ട എല്ലാം പറഞ്ഞു പോവുകയാണ്. ഇതിപ്പോ കഴിഞ്ഞു. സീക്വൻസ് ആൻഡ് സീരീസിലെ ജോമെട്രിക് പ്രോഗ്രഷൻ അത് നിങ്ങൾ പഠിക്കുക. an equal to ar⁻n−1 ആണ്. അതില് an equal to ar⁻n−1 ആണ്. tn equal to sn equal to a into r⁻n−1 അതറിയാം. അതിൽ ഇങ്ങനത്തെ ഒരു കണക്കുണ്ട്, 7 + 77 + etc. ആ കണക്ക് പഠിക്കണം, നമ്മൾ നന്നായിട്ട് പഠിക്കാം. അത് ഫൈൻഡ് സം ടു n ടൈംസ് എന്ന് പറയുന്നത്. എന്നിട്ട് GP-യിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. ബൈനോമിയൽ പറഞ്ഞു, പെർമ്യൂട്ടേഷൻ പറഞ്ഞു, ലീനിയർ പറഞ്ഞു, കോംപ്ലക്സ് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറഞ്ഞു, ട്രിഗണോമെട്രി നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ എടുത്തതാണ്. ആ പ്രൂവ് ദാറ്റ് കണക്കുകൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കാം. പ്രൂവ് ദാറ്റ് കണക്കുകൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. 4 ഫോർമുലയിലെ ബേസ് ചെയ്തിട്ടുള്ള കണക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഒരെണ്ണം ഒന്ന് ചെയ്ത് നോക്കാം. അത് പരീക്ഷയ്ക്ക് നിർബന്ധമായും പഠിക്കേണ്ട പ്രോബ്ലംസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ പ്രൂവ് ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. അത് ഒന്ന് എഴുതിയെടുക്കാം. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം, ശ്രദ്ധിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എഴുതിക്കോളൂ. പ്രൂവ് ദാറ്റ് cos 7x plus prove that cos 7x plus cos 5x divided by cos 7x plus cos 5x divided by sin 7x minus sin 5x equal ആണ് cot x നോട്, equal to cot x നോട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് cos x plus cos y യുടെ റിസൾട്ട് ആണ്. LHS equal to cos x plus cos y, 2 cos 7x plus 5x by 2 എന്ന് വരുന്നു. 2 cos 7x plus 5x by 2 cos 7x minus 5x by 2. ആ റിസൾട്ട് ഉപയോഗിക്കണം മക്കളെ. sin x 2 cos 7x plus 5x by 2, 2 cos 7x plus 5x by 2 sin 7x minus 5x by 2. ഇവിടെ എല്ലാം ഇൻറ്റു ആണ്, 2 cancel, cos cancel. അപ്പോൾ your answer is cos 7x minus 5x 2x by 2 cos x, sin 7x minus 5x 2x by 2 sin x, cos x by sin x. Your answer is cot x. LHS equal to RHS. Hence the result. Is it clear? A type of questions പ്രതീക്ഷിക്കാം. ക്ലിയർ അല്ലേ മക്കളെ? Yes, sir. Clear ആണ് sir. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. Then another question. Prove that tan pi by 4 plus x divided by tan pi by 4 minus x equal to 1 plus tan x divided by 1 minus tan x whole square എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. LHS equal to, then your answer is tan pi by 4 plus tan x divided by 1 minus tan pi by 4 into tan x, tan pi by 4 into tan x divided by tan pi by 4 minus tan x divided by 1 plus tan pi by 4 into tan x എന്നുള്ള മറ്റൊരു റിസൾട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. tan pi by 4 1 ആണ്, 1 plus tan x divided by 1 minus tan x. Tan pi by 4 becomes again 1 divided by 1 plus tan x divided by 1 minus tan x. 1 minus tan x divided by 1 minus tan x divided by 1 plus tan x. 1 minus tan x divided by 1 plus tan x. ഇവിടെയൊക്കെ ഈ tan pi by 4 വരുന്ന പ്ലേസുകളിലൊക്കെ 1 ഇട്ട് കൊടുത്തു. tan x plus tan pi യുടെ ഫോർമുലയാണ്. ഇവിടെ ഇൻഡു ചെയ്താൽ ആൻസർ റെഡി. ഇത് മാറ്റുകയാണ്, ഇൻഡു ചെയ്താൽ ആൻസർ റെഡി. ആ tan pi by 4 ന്റെ അവിടെയൊക്കെ 1 ഇട്ട് കൊടുത്തു. യുവർ ആൻസർ ഈസ് 1 plus tan x divided by 1 minus tan x into 1 plus tan x divided by 1 minus tan x. 1 plus tan x into 1 plus tan x, 1 plus tan x whole square divided by 1 minus tan x whole square. Then your answer is 1 plus tan x divided by 1 minus tan x whole square എന്നുള്ള ആൻസർ. LHS equal to RHS എന്നുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഇനി ഒരു കണക്ക് കൂടി നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ആ എക്സസൈസ് 3.3 കണക്കുകളുണ്ട്. പ്രൂവ് ദാറ്റില്
സൈൻ സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 3 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 4 ഒക്കെ. ട്രിഗണോമെട്രി നമ്മൾ എടുത്തിരിക്കുന്നതെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന നോട്ട്സുകളൊക്കെ ഒന്ന് എടുക്കാം. അതുപോലെ സൈൻ 31 പൈ ബൈ 3 ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് കണക്ക് നമ്മൾ ചെയ്താണ് അതൊക്കെ. സൈൻ 31 പൈ ബൈ 3. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 31 പൈ ബൈ 3 ആ ടൈപ്പ്. സൈൻ 765 ഡിഗ്രി. Prove that sin square pi by 6 plus cos square pi by 3 ആ കണക്കുകൾ എക്സസൈസ് 3.3 തുടക്കത്തിലുള്ള കണക്കുകൾ ഒക്കെ പഠിക്കണം. റിലേഷൻസും നമ്മൾ പറഞ്ഞു, ഗ്രാഫ് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു. സിഗ്നം ഫംഗ്ഷന്റെ റേഞ്ച് -1 0 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫുകൾ മോഡുലസ് ഫംഗ്ഷൻ f of x equal to modulus x, ആ ഗ്രാഫ് മക്കള് ഒന്ന് നോക്കണം. ആ ഗ്രാഫ് നമ്മൾ നോക്കണം. ആ സബ്സെറ്റ് എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ. സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ 1 2 തരാണെങ്കിൽ സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 1 to 5 ആണ്. സബ്സെറ്റ് എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓപ്പറേഷൻ ഓൺ സെറ്റ് യൂണിയനും ഇന്റർസെക്ഷൻ കാണാൻ നിങ്ങൾക്ക് അറിയാം. എ ഈക്വൽ ടു ഒരു സെറ്റ് തന്നു, ബി ഈക്വൽ ടു മറ്റൊരു സെറ്റ് തന്നു, എ യൂണിയൻ ബി എല്ലാവരും എഴുതുന്നു. റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്. എ ഇന്റർസെക്ഷൻ ബി കോമൺ ആയിട്ടുള്ളത് എഴുതാൻ അറിയാം. പിന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും നിങ്ങൾക്ക് അറിയാം. കോംപ്ലിമെന്റ് യു എന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെന്റ് എങ്ങനെ കാണും എന്നുള്ളത്. യു ഈക്വൽ ടു സെറ്റ് 1 2 3 4, എ ഈക്വൽ ടു സെറ്റ് 3 ആണെങ്കിൽ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് 1 2 4 ആണ്. പിന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന അഡീഷൻ തിയറത്തെ ബേസ് ചെയ്ത പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, കാരണം നിങ്ങൾ അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇൻ എ സ്കൂൾ there are 20 teachers who teach mathematics and 2 who teach mathematics or physics. Of these 12 teach mathematics and 4 teach both physics and mathematics. ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, വേർഡ് പ്രോബ്ലം, അത് നിങ്ങൾക്ക് അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 23 എക്സാമ്പിൾ 26 നിങ്ങൾ പ്രത്യേകം ഒന്ന് കെയർ ചെയ്ത് പഠിക്കാം. അവിടെയും പറയാനുള്ള കാരണം നൈദർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്. ഈ ചോദ്യം നിരവധി തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. പേജ് നമ്പർ 23 എക്സാമ്പിൾ 26 is very very important question. എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും കാണുവാനും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഓപ്പറേഷൻ ഓൺ സെറ്റ്സിലുള്ളതാണ്. എ മൈനസ് ബി ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ചോദ്യം ഇങ്ങനെ ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു ചോദ്യം നമുക്ക് എഴുതാം. ആ നൈദർ നോറിന്റെ കണക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ചോദ്യം ചില വർഷങ്ങളിൽ ചോദിക്കാറുണ്ട്. കൺസിഡർ ദ സെറ്റ്സ് എ ആൻഡ് ബി. Consider the sets A and B given by. Consider the sets A and B given by A equal to x such that x is a natural number. X such that x is a natural number. X such that x is a natural number. 2 less than or equal to x less than or equal to 2 less than or equal to x less than or equal to 6. B equal to x such that x is a prime number. X such that x is a prime number. X such that x is a prime number. X less than or equal to 7. X less than or equal to 7. C equal to x such that x square minus 5x plus 6 equal to 0. അപ്പോൾ നമ്മളോട് ABC റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും. നമ്പർ 1, നമ്പർ 2 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണ്. എയും ബിയും സിയും തന്നു. ചോദ്യം നമ്പർ 1, റൈറ്റ് എ ബി ആൻഡ് സി ഇൻ ദ റോസ്റ്റർ ഫോം. റൈറ്റ് എ ബി ആൻഡ് സി ഇൻ ദ റോസ്റ്റർ ഫോം. റൈറ്റ് എ ബി ആൻഡ് സി ഇൻ ദ റോസ്റ്റർ ഫോം. റൈറ്റ് എ ബി ആൻഡ് സി ഇൻ ദ റോസ്റ്റർ ഫോം. വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് വെരിഫൈ ചെയ്യും. അപ്പൊ നമുക്ക് എഴുതാം എ ഈക്വൽ ടു എയും ബിയും സിയും റോസ്റ്റർ ഫോമിൽ എഴുതണം. എ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എ ഈക്വൽ ടു എന്നിട്ട് രണ്ടാമത്തെ കണക്ക് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. 2 less than or equal to x less than or equal to 6 becomes 2 is included and 6 also included. 2 3 4 5 6 എന്നാണ് കിട്ടിയിരിക്കുന്നത്. b equal to x less than or equal to 7. b equal to x less than or equal to 7 prime numbers. 2 is the prime number. 3 5 less than or equal to 7. Less than or equal to 7. 7 is included. b യും റെഡിയാണ്. ഇനി സി ആണ്. ഇത് വെരിഫൈ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ അറിയുമെന്ന് എനിക്കറിയാം. ഇതാണ് ചില കുട്ടികൾക്ക് ആശയപ്പെട്ടു ഇവർ പറഞ്ഞത് റോസ്റ്റർ ഫോമിൽ. ഇത് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഫാക്ടറൈസ് ചെയ്യാം അല്ലെങ്കിൽ x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 6, അഡീഷൻ
അപ്പോ x minus 3 into x minus 2 equal to 0. x equal to 3 എന്നും x equal to 2 എന്നും കിട്ടി. അപ്പോ c equal to your answer is 2 3. അപ്പൊ a റെഡിയാണ്, b റെഡിയാണ്, c റെഡിയാണ്. ഇതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ABC റോസ്റ്റർ ഫോം. അതിനുശേഷം ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഭംഗിയായിട്ട് എഴുതാം. അപ്പൊ എക്കും ബിക്കും സിക്കും കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാകും. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് തീർച്ചയായും നിങ്ങൾ പരീക്ഷ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോ ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിച്ച എല്ലാ ചാപ്റ്ററിനും പറയാണ്, നിങ്ങൾ സബ്സെറ്റ് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. സബ്സെറ്റ് എഴുതാൻ നിങ്ങൾക്കറിയാം. ഓപ്പറേഷൻ ഓൺ സെറ്റ് എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും കാണാൻ നിങ്ങൾക്കറിയാം. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് വേർഡ് പ്രോബ്ലം എഴുതാൻ അറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു, മറ്റു ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറഞ്ഞു. റിലേഷൻസിനെ കുറിച്ച്, ആ റിലേഷനിലെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അതിനുശേഷം ഗ്രാഫുകൾ, മോഡുലസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ് പറഞ്ഞു. സിഗ്നം ഫംഗ്ഷന്റെ റേഞ്ച് -1 0 1 എന്ന് പറഞ്ഞു. അതിന്റെ ഗ്രാഫ് പഠിക്കാം. സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് പഠിക്കണം, മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് പഠിക്കാം. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്, മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് പഠിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. മോഡുലസ് ഫംഗ്ഷന്റെ ഡൊമൈൻ, മോഡുലസ് ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സ് അറിഞ്ഞിരിക്കണം. സിഗ്നം ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും പഠിക്കണം. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് cos x plus cos y, cos x minus cos y, sin x plus sin y, sin x minus sin y എന്നുള്ള 4 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിർബന്ധമായും പഠിച്ച് ഇരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷനിൽ ഇന്നത്തെ കണക്ക് നമ്മൾ ചെയ്തു. എന്നിന് 1 കൊടുത്തു, എന്നിന് k കൊടുത്തു, എന്നിന് k+1 കൊടുത്തു. അപ്പോൾ അതിന്റെ ഷോർട്ട് കട്ട് ടിപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം കോംപ്ലക്സ് നമ്പർ പവർ ഓഫ് i equal to √-1, i square equal to -1, i cube equal to -i4 equal to 1 അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ a+ib ഫോമാറ്റിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതുപോലെ പവർ ഓഫ് i വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആളുകളാണ്. അതിനുശേഷം ഗ്രാഫാണ്. ഗ്രാഫ് ടേബിൾ വരച്ചിട്ട് ഗ്രാഫ് കോമൺ ആയിട്ടുള്ളത് ഷെയ്ഡ് ചെയ്യണം. 100% ഷുവർ ക്വസ്റ്റ്യൻ. കോമൺ ആയിട്ടുള്ളത് ഷെയ്ഡ് ചെയ്യണം. ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ റിജക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ചെയ്യണം. അതിനുശേഷം പോകുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിംഗിൽ നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ആ ടെലിഫോൺ നമ്പറിന്റെ റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്, റിപ്പീറ്റേഷൻ ഈസ് അലൗഡ് എന്നുള്ള കണക്കുകൾ പറഞ്ഞിരുന്നു. ആ ടെലിഫോൺ നമ്പറിന്റെ 6 7 സ്റ്റാർട്ടിംഗിൽ വരുന്ന കണക്കുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കോമ്പിനേഷൻസിൽ വളരെയധികം ഭംഗിയായി കോമ്പിനേഷന്റെ പ്രോബ്ലംസ് ചെയ്തു, കോഡിന്റെ പ്രോബ്ലം ചെയ്തു, ക്രിക്കറ്റ് കളിയുടെ പ്രോബ്ലം ചെയ്തു, അല്ലെ? ക്രിക്കറ്റ് ഇന്ന് 5 ബോളേഴ്സിൽ 4 അവർ സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞുള്ള പ്രോബ്ലംസ് ചെയ്തു. എന്നിന്റെ കണക്കുകൾ നമ്മൾ ഇന്നലെ ഭംഗിയായിട്ട് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബൈനോമിയൽ തിയറം എക്സ്പാൻഷനുള്ള കണക്കുകൾ ചെയ്തു. അതുപോലെ തന്നെ ബൈനോമിയൽ തിയറത്തിന്റെ ഈ കണക്കും ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഡ് 100 × 2 ചുമ്മാ കാൽക്കുലേറ്റർ അടിച്ച് 100 × 100 അങ്ങനെ അടിച്ചാൽ മാർക്ക് കിട്ടുന്നില്ല. 100 + 2 4 എന്നുള്ള റിസൾട്ട് നിങ്ങൾ ഉപയോഗിച്ച് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്യണം. 100 + 2 4 a + b എന്നുള്ള എക്സ്പാൻഷൻ ചെയ്യണം. a - b n ആണെങ്കിൽ പ്ലസ് മൈനസ് അങ്ങനെ കയറി പോകുന്നു. ജോമെട്രിക് പ്രോഗ്രഷനിൽ ഞാൻ പറഞ്ഞു ഫൈൻഡ് ദ സം 3 ടൈംസ് ഓഫ് ദ സീരീസ് 7 + 7 ആ പ്രോബ്ലം ചെയ്യുക. an കാണാനുള്ള ഫോർമുല a(r)(n - 1) ആണ്. Sn = a × r(n - 1) divided by r - 1 or Sn = a 1 - r(n) divided by 1 - r എന്നുള്ള ഫോർമുലയും നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ പാരലലിസം ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി, പാരലൽ ആണെങ്കിൽ m1 = m2, പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 × m2 = -1 ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കൃത്യമായി നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്ന x/a + y/b = 1 അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ പഠിച്ചു. ജനറൽ ഇക്വേഷൻ ഫോർ ദ ലൈൻ ax + by + e = 0, സ്ലോപ്പ് കാണാനുള്ള ഫോർമുല -a/b എന്നുള്ള ഭാഗവും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. പരാബോള 4 തരത്തിലുള്ള പരാബോള ഉണ്ടെന്ന് പറഞ്ഞു. y² = 4x, y² = -4x, x² = 4y, x² = -4y അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഫോക്കസ്, വെർട്ടിസസ്, ലാറ്റിസ് റെക്ടം, അത്തരത്തിലുള്ള ഏത് ആക്സിസ് ആണ് എന്നുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. 2 തരത്തിലുള്ള എലിപ്സ് എന്ന് പറഞ്ഞു. x² / a² + y² / b² = 1, x² / b² + y² / a² = 1 എന്ന് പറഞ്ഞു. അതിൽ ഫോക്കസും വെർട്ടിസസും മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. ഫോക്കസ് +or - c, 0 വരുമ്പോൾ മറ്റേതിൽ ഫോക്കസ് 0 +or - c വരുന്നു. വെർട്ടിസസ് ഇവിടെ വരുന്നത് എന്താണ്? വെർട്ടിസസ് +or - a, 0 വരുമ്പോൾ അവിടെ വരുന്നത് 0 +or - a ആണ്. c കാണുവാനുള്ള ഫോർമുല രണ്ടിലും സെയിം തന്നെയാണ്. c = √(a² - b² എന്നാണ് c കാണുവാനുള്ള ഫോർമുല. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് c/a ആണ്. ലാറ്റിസ് റെക്ടം = 2b² / a ആണ്. മേജർ ആക്സിസ് 2a ആണെങ്കിൽ മൈനർ ആക്സിസ്
2b എന്നുള്ള ഫോർമുലയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ലാറ്റസ് റെക്ടം, എക്സെൻട്രിസിറ്റി, സി കാണുവാനുള്ള ഫോർമുല ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. എലിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ സി റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നുള്ള ഭാഗമാണ് പഠിച്ചിരിക്കുന്നത്. അതിനുശേഷം 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ 8 ഒക്ടൻസ് ഉണ്ട്. 8 ഒക്ടൻസിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ഇന്നലെ സംസാരിച്ചു. അതിനുശേഷം ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് സുപരിചിതമാണ്. അത് വെച്ചിട്ട് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ, പാരലോഗ്രാം, ഐസോസ്ലെസ് ട്രയാങ്കിൾ, ഇക്യു ഡിസ്റ്റന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അത് കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു. ലിമിറ്റ്സിന്റെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലിമിറ്റ്സിൽ നമ്മൾ ലിമിറ്റ്സ് വെച്ച് കണക്ക് ചെയ്തു. അതിനുശേഷം 0/0 ഇൻഡിറ്റർമിനേറ്റ് വരുമ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വരേണ്ടത് അതിനെ ഫാക്ടറൈസ് ചെയ്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തുക എന്നുള്ള ഒരു ഭാഗമാണ് അവിടെ ലിമിറ്റ്സിൽ വരുന്നത്. ലിമിറ്റ്സിൽ 2 തിയറംസ് പഠിച്ചു. ലിമിറ്റ് x ടെൻഡ്സ് ടു x റേസ് ടു n മൈനസ് a റേസ് ടു n ഡിവൈഡഡ് ബൈ x മൈനസ് a ഈക്വൽ ടു n a റേസ് ടു n മൈനസ് 1 എന്നുള്ള തിയറം ലിമിറ്റ് x ടെൻഡ്സ് ടു x റേസ് ടു m മൈനസ് a റേസ് ടു n ഡിവൈഡഡ് ബൈ x റേസ് ടു n മൈനസ് a റേസ് ടു n ഈക്വൽ ടു m ബൈ n a റേസ് ടു m മൈനസ് എന്ന് പറയുന്ന കാര്യവും നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അതിനുശേഷം നമ്മൾ നെഗേഷൻ പറഞ്ഞു, നിഷേധാത്മകം എന്ന് പറഞ്ഞ് നെഗേഷൻ പഠിച്ചു. നെഗേഷൻ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് അങ്ങ് എഴുതി വെക്കാം. കോൺട്രാ പോസിറ്റീവ് ഈഫ് ദെൻ പ്രയോഗം രണ്ടാമത്തെ കാര്യം ഒന്നാമതാകുന്നു, നോട്ട് ചേർക്കുന്നു. ഒന്നാമത്തെ രണ്ടാമതാകുന്നു, നോട്ട് ചേർക്കുന്നു. കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ ഈഫ് ദെൻ പ്രയോഗം രണ്ടാമത്തെ ഒന്നാമതാകുന്നു, ഒന്നാമത്തെ രണ്ടാമതാകുന്നു. അതാണ് കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് എന്ന് പറഞ്ഞു. വേരിയൻസ് NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 8, എക്സാമ്പിൾ 9, എക്സാമ്പിൾ 10 പഠിച്ച വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് മനോഹരമായി ചെയ്യാൻ സാധിക്കും. അതിനുശേഷം പ്രോബബിലിറ്റിയിൽ നമ്മൾ P of A plus P of A complement equal to 1, P of A complement equal to 1 minus P of A union B equal to P of A plus P of B minus P of A intersection B. neither നോട്ട് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് പഠിച്ചു. മ്യൂച്വലി എക്സ്ക്ലൂസീവിനെ പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. Your mark 60/60. Upon all the best. Okay, thank you.